ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ. അഗ്നിയും അതിൽ ഹോമിച്ച നെയ്യും ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിതാഹം അസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോംകാര ഋക്സാമയജുരേവ ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യദർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തപാമ്യഹമഹം വർഷം നിഹൃണാമി ഉസ്രജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു. മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്രൈവിദ്യ മാം സ്വമപാപൂതപാപ ഹിഞ്ചൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തേറ്റം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന യഥാഗതം കാമകാമാലഭന്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും. അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യേപ്യന്യ ദേവതാ ഭക്താ യജന്തേ ശ്രദ്ധയാന്യുതാഃ തേപി മാമേവ കൗന്ദേയ യജന്ത്യവധിപൂർവകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മറ്റ് ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. കുന്തിപുത്ര, എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച ന തു മാം അഭിജാനന്തി തത്വേന തശ്ചവന്തിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ യഥാർത്ഥമായ ദിവ്യപ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാന്തി ദേവവ്രതാ ദേവൻ പിതൃൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാജിനോപി മാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും. പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പമാവും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം സ്നാമി പ്രയതാത്മനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കുന്നതെന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ ഞാൻ അത് സ്വീകരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. പരിത്യാഗം എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമോഹം സർവഭൂതേഷു ന മേ ദേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി ത്വാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല. എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസരം ആരാണ് എന്നെ സേവിക്കുന്നത്, അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപി ചേത്സു ദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാൾ അത്യന്തം ഹീനമായ ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാം ഹി പാർത്ഥ വിപാശ്രിത്യ യേപി സ്യുപാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേപി യാന്തി പരാം ഗതിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിം പുനർബ്രാഹ്മണാ പുണ്യാ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ പുണ്യാത്മാക്കളായ ബ്രാഹ്മണരുടെയും ഭക്തരായ രാജർഷികളുടെയും കഥ പറയാനുണ്ടോ? അനിത്യവും ദുഃഖപൂർണവുമായ ഈ ലോകത്തിൽ പിറന്നവർ എന്റെ പ്രേമഭക്തി സേവന നിരതരാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യാ രാജഗുഹ്യ യോഗോ നാമ നവമോധ്യായഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ
Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna Mataji. Hare Krishna. Thank you, Suvarnaprabha Mataji. Hare Krishna. Hare Hare Krishna. Participants ആരെങ്കിലും ഇന്ന് കീർത്തന ചൊല്ലുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Hare Krishna Mataji. Hare Krishna. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Govinda Rama Rama Gopala Krishna Ninmai Kanu Mararulenam Govinda അമ്പാടി തന്നിൽ മേവും ഉംബർ നായക നിന്മേ അൻപിനാൽ കാണാം ഗേനം ഗോവിന്ദ ആവോളം കൂപ്പുന്നേ ഞാൻ ദേവകി ദേവി പെറ്റ ദേവേശ ദേവദേവ ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മേ കാണുമാറരുളേണം ഗോവിന്ദ ഇച്ഛയിന്നിനിക്കിനി തൊൽച്ചരണങ്ങളല്ല ദച്ഛൂത മറ്റില്ലേതും ഗോവിന്ദ ഈരേഴു ലോകമെല്ലാം ഈരടിയളന്ന വീരനേ വാമനനേ ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മേ കാണുമാറരുളേണം ഗോവിന്ദ ഉള്ളത്തിൽ കാണാകേണം മുല്ലപ്പൂങ്കുഴലാളെ ഉള്ളഴിക്കുന്ന നിന്മേ ഗോവിന്ദ ഊതും വായ്ക്കുഴലുമായി മെയ്യിൽ പീതാംബരവും ചേതസ്സിൽ കാണാകേണം ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്നെ കാണുമാറരുളേണം ഗോവിന്ദ 800,000 മൈ കണ്ണീമാർ പുണർന്നിടും നിന്നെ ഞാൻ കണ്ടിടാവൂ ഗോവിന്ദ ഏനാങ്കൻ തന്നെ വില്ലും ചേനാർന്ന തിരുമുഖം ചേതസ്സിൽ കാണാകേണം ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്നെ കാണുമാറരുളേണം ഗോവിന്ദ അയ്യോ എൻ തമ്പുരാനെ കൈയിതാ കൂപ്പുന്നേ ഞാൻ നീയേ ഗതി എനിക്കു ഗോവിന്ദ ഒന്നഴിയാതെ ഗോപ സുന്ദരിമാരോടൊത്തു ഒന്നിച്ചു ലീല പൂണ്ടു ഗോവിന്ദ ഓരോരോ ലീല പൂണ്ടു കാരുണ്യാംബുധി കൃഷ്ണൻ പാരിടം പാലിച്ചിടും ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്നെ കാണുമാറരുളേണം ഗോവിന്ദ ഔവ്വാനമാല പൂണ്ടിട്ടവ്വ ഞങ്ങളിലെങ്ങും മേവിടും മുകിൽ വർണ്ണ ഗോവിന്ദ ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്നെ കാണുമാറരുളേണം
ഗോവിന്ദ. അക്കാലം തിരുമേനി കേശാദിപദത്തോളം ഉൾക്കാമ്പിൽ കണ്ടിടാവൂ ഗോവിന്ദ. അച്യുത നിൻ ചരിത്രം അത്ഭുതം ദിനം തോറും ഉച്ചരിക്കയായി വരണം ഗോവിന്ദ. ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മേൽ കാണുമാറരുളേണം ഗോവിന്ദ. ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മേൽ കാണുമാറരുളേണം ഗോവിന്ദ. ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ നിന്മേൽ കാണുമാറരുളേണം ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ധന്യ മാതാജി. ഹരേ കൃഷ്ണ ധന്യ മാതാജി. ഹരേ കൃഷ്ണ ധന്യ മാതാജി. ഹരേ കൃഷ്ണ. സോറി, കേട്ടില്ലായിരുന്നു. കുഴപ്പമില്ല മാതാജി. ഇന്ന് ഗോലോക ചാർട്ടോട് പറയുന്നുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാതാജി. ശരി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ തന്നെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. നല്ല കീർത്തനം. സ്റ്റാർട്ട് ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने. नमस्ते सरस्वती देवे गौरवाणी प्रचारिणी विशिष्ट शून्यवादी पाश्चात्य देशतारिणी. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्. ओम श्री कृष्ण परमात्मने नमः. ओम श्री कृष्ण परमात्मने नमः. श्री कृष्ण परमात्मने नमः. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी इति नामिने. नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंदा. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम
Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, everybody. Hare Krishna. Hare Krishna, Mataji. Hare Krishna. ഇന്ന് നമുക്ക് ആദ്യം ഹരേ ഹരേ കൃഷ്ണ ഗോലോക ചാർട്ട് നോക്കിയിട്ട് മുൻപോട്ട് പോകാം. നമുക്ക് 9th ലെസൺ ഗോലോക ചാർട്ട് ഒരു 5 minutes. ഓക്കെ, അവരവരുടെ ഇതില് സൂം ചെയ്ത് നോക്കുക. എന്റെ ഇതില് 3 സൂം ചെയ്യാനേ പറ്റുള്ളൂ ഫോണില്, അതുകൊണ്ട് സൂം ചെയ്ത് നോക്കുക. അവരവരുടെ ഇതില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഹരേ കൃഷ്ണ. ആദ്യം നമ്മൾ ശ്രീല പ്രഭുപാദരുടെയും രാമകൃഷ്ണദാസ് പ്രഭുവിന്റെയും ഭഗവാന്റെയും പാദങ്ങളിൽ നമസ്കരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് 9ാമത്തെ അധ്യായം. അതിനു മുൻപ് നമ്മൾക്ക് ഗോലോക ചാർട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ റൗണ്ടിനുള്ളിൽ കാണുന്നതാണ് നമ്മളുടെ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഹരേ കൃഷ്ണ. ഈ റൗണ്ട് ഷേപ്പില് അത് നമ്മളുടെ പഞ്ചഭൂതങ്ങളാണ് റൗണ്ട് ഷേപ്പിലുള്ളത്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച നമ്മളുടെ ശരീരം പോലെ തന്നെ മെറ്റീരിയൽ വേൾഡിനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നത് പഞ്ചഭൂതങ്ങളാണ്. അതില് സൂം ചെയ്ത് നോക്കിയാൽ ഓരോ ദേവന്മാര് അതില് ഉണ്ട് എന്ന് നമ്മൾക്ക് കാണാം. വാട്ടർ ആണെങ്കിലോ വരുണദേവനാണ്, അല്ലെങ്കിൽ സംകൃഷ്ണ ഭഗവാനാണ്. ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നോക്കിയിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾക്ക് ഒരു മഹാവിഷ്ണുവിനെ കാണുന്നുണ്ട്. ഗർഭോദകശായി ഓഷൻ ആണത്. ഗർഭോദകശായി ഇത് എന്ന് പറയുന്ന ഓഷനിലാണ് ഗർഭോദകശായി വിഷ്ണു അനന്തശായി ആയിട്ട് ശയിക്കുന്നത്. ഗർഭോദകശായി വിഷ്ണുവിന്റെ കാൽപാദത്തിന്റെ അടുത്താണ് ലക്ഷ്മി ദേവി സർവീസ് ചെയ്തിരിക്കുന്നത്. ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുണ്ടായിട്ടുള്ള താമരപ്പൂവിന്റെ തണ്ടാണ് നമ്മളുടെ ഓരോ മെറ്റീരിയൽ വേൾഡിലെ ഓരോ ലോകവും. അതിന്റെ എൻഡ് എവിടെയാണ്? മെറ്റീരിയൽ വേൾഡിന്റെ എൻഡ് എന്ന് പറയുന്നത് ബ്രഹ്മലോകമാണ്. ഓക്കെ, ബ്രഹ്മാവാണ് ഏറ്റവും മുകളിലിരിക്കുന്നത്. ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജുന. അപ്പൊ ബ്രഹ്മാവ് തൊട്ട് താഴെയുള്ള ലോകങ്ങളെല്ലാം പുനരാവർത്തിയുള്ളതാണ്, റിപ്പീറ്റേഷൻ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ബ്രഹ്മലോകം വരെ പോയി കഴിഞ്ഞാൽ നമ്മള് ഷുവറായിട്ടും നമ്മളുടെ ക്ഷീണേ പുണ്യേ മർത്തിയ ലോകം വിശന്തി, നമ്മളുടെ പുണ്യം ക്ഷയിക്കുമ്പോഴേക്കും നമ്മള് തിരിച്ച് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാളും താഴേക്കുള്ള ലോകങ്ങളിലേക്ക് നമ്മള് വരും. അപ്പം ബ്രഹ്മാവ് നിൽക്കുന്ന സ്ഥലമാണ് ബ്രഹ്മലോകം എന്ന് പറയുന്നത്. അതിന് താഴെ ബ്രഹ്മലോകത്തിന് താഴെ സത്യലോകമാണ് ബ്രഹ്മാവിന്റെ ബ്രഹ്മലോകം എന്ന് പറയുന്നത് സത്യലോകം. അതിന് താഴെ തപോലോകം, അതില് 4 കുമാരന്മാര് വസിക്കുന്നു. അതിന് താഴെ ജനലോകം, പിന്നെ മഹർലോകം, സ്വർലോകം, ഭുവർലോകം, പിന്നെ നമ്മളുടെ ഭൂലോകം എന്ന് പറയുന്നത്. അത്രയും ലോകങ്ങളാണ് ഭൂലോകത്തിന് മുകളിലുള്ളത്. ഭൂലോകമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി. അതിന് മുകളിൽ ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, പിന്നെ സത്യലോകം. ഇത് ഓരോ ഋഷിമാരും പ്രജാപതിമാരും ഒക്കെ ജീവിക്കുന്നതാണ്. ഇനി ഭൂമിക്ക് താഴെയുള്ളത് കംപ്ലീറ്റ് പാതാള ലോകങ്ങളാണ്. എനിക്ക് ഇതിൽ ഇത്രയും സൂം ചെയ്യാനേ പറ്റുള്ളൂ. അവരവരുടെ ഡിവൈസിൽ സൂം ചെയ്ത് നോക്കുക. അതല ലോകം, വിത്തല, സുതല, തലാതല, രസാതല, പാതാള ലോകങ്ങളാണ് ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങൾ.
പിന്നെ മഹാലക്ഷ്മിക്ക് തൊട്ട് മുകളിലായിട്ട് നമ്മൾ എന്താ കാണുന്നത്? നരക ലോകങ്ങളാണ് കാണുന്നത്. അവിടെയാണ് 28 തരം നരകങ്ങളുള്ളത്. നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പാതാളങ്ങളിലൊക്കെ പോയിട്ടും തീരാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നരകലോകത്തിൽ പോയിട്ട് വസിക്കേണ്ടി വരുന്നത്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് ബ്രഹ്മലോകത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം ധ്രുവനിരിക്കുന്ന സ്ഥലം, ധ്രുവമണ്ഡലം എന്ന് പറയുന്ന പോൾ സ്റ്റാർ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെയൊക്കെ നോക്കിയാൽ തിരുപ്പതിയൊക്കെ പോകുമ്പോഴേക്കും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, നന്നായിട്ട് കാണാം ധ്രുവലോകം എന്ന് പറയുന്ന പോൾ സ്റ്റാറിനെ നമുക്ക് കാണും. അതിന് തൊട്ടടുത്താണ് ആരിയിരിക്കുന്നത്? ക്ഷീരോദകശായി വിഷ്ണു ഇരിക്കുന്നത്. ക്ഷീരോദകശായി വിഷ്ണുവാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും പരമാത്മാവായിട്ട് വിളങ്ങുന്നത്. നമ്മളുടെ പരമാത്മാവ് ഭഗവാനോട് ലയിച്ചു കഴിഞ്ഞാൽ ഈ പരമാത്മാവ് ക്ഷീരോദകശായി വിഷ്ണുവിൽ തന്നെ പോയി ലയിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരിലുമുള്ള പരമാത്മാവ് ക്ഷീരോദകശായി വിഷ്ണുവിൽ നിന്ന് വന്നതാണ്. അപ്പം ഇത്രയും മനസ്സിലായോ? ഈ ബ്ലാക്ക് കളറാണ് അതിൽ തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇരുട്ടിലാണ് വസിക്കുന്നത്. ദുഃഖാലയം അശാശ്വതം. നമുക്ക് സൂര്യൻ ഉദിച്ചാൽ മാത്രമേ നമ്മൾക്ക് വെളിച്ചം ഉണ്ടാവുള്ളൂ. അപ്പം ദുഃഖാലയം അശാശ്വതം എന്ന് പറയുന്ന ടെമ്പററി വേൾഡ് ആണ് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത്. എന്നിട്ട് കൂടി ഭഗവാൻ നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ഗർഭോദകശായി വിഷ്ണു ഉണ്ട്, ക്ഷീരോദകശായി വിഷ്ണു ഉണ്ട്. ദേവേന്ദ്രൻ തൊട്ടുള്ള ലോകങ്ങൾ, അവരുടെയൊക്കെ ലോകങ്ങൾ, സ്വർഗ ലോകങ്ങളെല്ലാം മെറ്റീരിയൽ വേൾഡിനുള്ളിലായിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ തൊട്ട് പുറത്താണ് മഹത്തത്വം എന്ന് പറയുന്ന ഭഗവാന്റെ ശക്തി. ആ ഭഗവാന്റെ ശക്തി അനുസരിച്ചിട്ടാണ് നമ്മളുടെ മെറ്റീരിയൽ വേൾഡിലുള്ള ഓരോ ജീവജാലങ്ങളും ഉണ്ടാകുന്നതും നശിക്കുന്നതും ഒക്കെ. അതിന് മുകളിൽ കാണുന്നത് ദേവീ ലോകങ്ങളാണ്. മെറ്റീരിയൽ വേൾഡിന് തൊട്ട് പുറത്താണ് ദേവീ ലോകങ്ങളൊക്കെ. അതിന് തൊട്ട് അടുത്തായിട്ട് നമുക്ക് മഹാദേവനെ കാണാം, ശംഭുവിനെ കാണാം. നമുക്ക് സദാശിവ ലോകം എന്ന് പറയുന്ന ഭഗവാൻ ശിവന്റെ ലോകമാണ് ഇപ്പുറത്ത് കാണുന്നത്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഭഗവാനെ നമുക്ക് പരിചയമുണ്ട്. കരുണോദകശായി വിഷ്ണുവാണ്. കരുണോദകശായി വിഷ്ണുവിൽ നിന്നാണ് ഓരോ ബ്രഹ്മാണ്ടങ്ങളും സെക്കൻഡ് ടു സെക്കൻഡ് ഓരോ രോമകൂപങ്ങളിൽ നിന്നും ആയിരം ബ്രഹ്മാണ്ടങ്ങളാണ് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഏറ്റവും ചെറിയ ബ്രഹ്മാണ്ടത്തിലാണ് നമ്മളുള്ളത്. ആ ബ്രഹ്മാണ്ടത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് മുകളിലേക്കാണ് കാരണ ഓഷൻ എന്ന് പറയുന്ന ഈ ബ്ലൂ കളറിൽ ഉള്ള കാരണ ഓഷൻ എന്ന് പറയുന്ന വിരജ നദി എന്നൊക്കെ പറയുന്ന പുണ്യ നദിയാണ്. ആ നദിയാണ് ഈ കാരണ ഓഷനാണ് നമ്മുടെ മെറ്റീരിയൽ വേൾഡിനെയും സ്പിരിച്വൽ വേൾഡിനെയും തമ്മിൽ ഇത് ചെയ്യുന്നത്, പാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുകളിലായിട്ട് നമ്മളിപ്പോ സദാശിവ ലോകം കണ്ടു, കാരണോദകശായി വിഷ്ണുവിനെ കണ്ടു. അതിന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് സാക്ഷാൽ വൈകുണ്ഠം എന്ന് പറയുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പല അവതാരങ്ങളും. എല്ലാവരും നമ്മൾ ആരൊക്കെയാണോ മുക്തി നേടിയിട്ട് പോകുന്നത് അവരെല്ലാവരും 4 കൈകളോടുകൂടി ഭഗവാന്റെ അതേ രൂപത്തില് അതേ ഇതില് അവിടെ ഉണ്ട്. അവിടെ നമ്മൾക്ക് എന്താണ്? ഭഗവാൻ മാസ്റ്റർ ആണ്. നമ്മൾ ആരാണ്? നമ്മള് സ്ലേവ്സ് ആണ്, സെർവൻസ് ആണ്. അവിടെ അങ്ങനെ നടക്കുള്ളൂ. നമ്മൾക്ക് ബാക്കിയുള്ളിടത്തൊക്കെ നമ്മള് ഈ അംഗരക്ഷകരൊക്കെ നമ്മൾക്ക് കാണാം, ദ്വാരപാലകരൊക്കെ നമ്മൾക്ക് കാണാം. ഇതാണ് വൈകുണ്ഠം എന്ന് പറയുന്ന ലോകം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? മെറ്റീരിയൽ വേൾഡിന്റെ മുകളിൽ കാരണോദകശായി വിഷ്ണു, അതിനുശേഷം സദാശിവലോകം, ദേവി ലോകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുണ്ഠത്തിൽ നമ്മള് ഇതൊക്കെ കണ്ടു. നമ്മള് ധാരാളം അവതാരങ്ങളുണ്ട്. അനിരുദ്ധ സ്വാമിയുണ്ട്, പ്രദ്യുമ്നനുണ്ട്, സംഘർഷനുണ്ട്, അങ്ങനെയുള്ള എല്ലാ അവതാരവും, വാമന അവതാരമുണ്ട്. എല്ലാ അവതാരങ്ങളും ഇതിനുള്ളിലാണ് ജീവിക്കുന്നത്. വൈകുണ്ഠം എന്ന് പറയുന്നിടത്ത് ഇവിടെയാണ് നമ്മുടെ അയോധ്യ രാമരാജ്യം. ഭഗവാൻ രാമന്റെ അതേ രൂപത്തിൽ അവിടെ വസിക്കുന്നുണ്ട്. ഭൂമിയിലുള്ളത് പോലെ തന്നെ അയോധ്യ അവിടെയും ഉണ്ട്. അപ്പം അവിടെയാണ് ഭഗവാൻ രാമൻ വസിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ 1000 ദളങ്ങളോടുകൂടിയ ഗോലോകമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോ ദളങ്ങളിലും ഓരോ ലീലകളാണ് ഭഗവാൻ ആടിക്കൊണ്ടിരിക്കുന്നത്. മാധുര്യ ലീലയാണ് യെല്ലോ കളറിൽ കാണുന്നത്. ബാക്കിയുള്ള ഇടത്ത് ഡാർക്ക് കളറിലൊക്കെ ഷെയ്ഡിലൊക്കെ കാണുന്നതൊക്കെ വാത്സല്യമാണ്. അമ്മയുടെ വാത്സല്യ ലീലകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് 4 ദ്വാരങ്ങളും. ഋഗ്വേദം, സാമവേദം, അതുപോലെ 4 വേദങ്ങളും ഇതിന്റെ 4 ഡോറാണ്. അതിന് മുൻപായിട്ട് അവിടെ എന്താ കാണുന്നത്? ഇവിടെ ഓരോന്നും ഉണ്ട്. നമ്മൾക്ക് ദ്വാരക കാണാം, വൃന്ദാവനം കാണാം, അതുപോലെ ജഗന്നാഥപുരി കാണാം. അതാണ് അതിന്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഭൂമിയിലുള്ളത് പോലെ തന്നെ അതെല്ലാം അവിടെയും ഉണ്ട്. അയോധ്യയ്ക്ക് മുകളിലായിട്ട് എന്ത് കാണാം? നമ്മൾക്ക്
ഭഗവാന്റെ ഗോലോകം കാണാം. ഗോലോകത്തിന്റെ ബോർഡേഴ്സിൽ ദ്വാരക, വൃന്ദാവനം, പിന്നെ നമ്മള് ജഗന്നാഥപുരി നമ്മൾക്ക് കാണാം. പിന്നെ 4 ഇതില് നമ്മൾ എന്താ കാണുന്നത്? ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് അതിന്റെ 4 ഡോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 വേദങ്ങളും ഇതിന്റെ പുറത്തുള്ള ആ ബോർഡേഴ്സിലുള്ള ഇതാണ്. 4 ഡോറിലാണ് ധർമാർത്ഥ കാമ മോക്ഷങ്ങളും 4 വേദങ്ങളും ഉള്ളത്. ഇതാണ് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണുന്ന ഗോലോക ചാർട്ടിന്റെ ഒരു ഏകദേശം. നമ്മൾ പതുക്കെ ഇരുന്നിട്ട് സൂം ചെയ്ത് ഓരോന്നോരോന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ലെസണിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. ഇതാണ് ഇത് നമ്മൾ ഇന്നലെ കണ്ടത്. ചിന്താമണി പ്രകര പത്മസുകൽപ വൃക്ഷ ലക്ഷാവദേശു സുരധീർ അഭിപാലയന്തം ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. നമ്മളോട് തിരിച്ചു വരാൻ പറയുന്ന നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, നമ്മളുടെ ധാമം, നമ്മളുടെ വീടാണ് ഇത്, ഈ ഗോലോകം എന്ന് നമ്മൾ കാണുന്നത്. വൈകുണ്ഠം തൊട്ട് താഴേക്ക് ചിലപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വന്നേക്കാം. ക്ഷീണേ പുണ്യമർത്തിയ ലോകം വിശന്തി. പുണ്യം ക്ഷയിക്കുമ്പോൾ നമ്മൾ ഈ സ്വർഗലോകങ്ങളിലും ഈ ലോകങ്ങളിലും എല്ലാം ഉള്ള പുണ്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെയും പതിക്കും. എവിടേക്ക്? നമ്മളുടെ മർത്തിയ ലോകത്തിലേക്ക് നമ്മൾ പതിക്കും. അതേസമയം ഗോലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും നമ്മൾക്ക് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? റൗണ്ട് ഷേപ്പിൽ കാണുന്നത് നമ്മളുടെ മെറ്റീരിയൽ വേൾഡ്, അതിന് മുകളിലുള്ളതൊക്കെ സ്പിരിച്വൽ വേൾഡ് ആണ്. ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് നമ്മളുടെ മെറ്റീരിയൽ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മാവ് മുതൽ താഴേക്കുള്ളതൊക്കെ ആ ബ്രഹ്മ ഭുവന ലോക പുനരാവർത്തനോർജുന നമ്മൾ ഇന്നലെ കേട്ടതാണ്. അതിനുശേഷം ധ്രുവനെ കണ്ടു നമ്മള്, പിന്നെ ക്ഷീരോദകശായി വിഷ്ണുവിനെ കണ്ടു, മുകളിൽ വൈകുണ്ഠം സദാശിവ ലോകം നമ്മൾ കണ്ടു, അയോധ്യ കണ്ടു, അതിന് മുകളിൽ ദ്വാരക ജഗന്നാഥപുരിയൊക്കെ നമ്മൾ കണ്ടു, അതിന് മുകളിലായിട്ട് ഭഗവാന്റെ ഗോലോകം. ഗോലോകത്ത് നിന്നാണ് ഒരു പാർട്ട് രാധാദേവിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗോവർദ്ധന പർവ്വതവും വൃന്ദാവനവും യമുന നദിയും ഒക്കെ ഭഗവാൻ കൊണ്ടുവന്നത്. ഇനി ഇതില് നമ്മള് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾക്കൊരു ഇങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇങ്ങനെ പോകുന്നത് നമ്മൾക്ക് കാണാം. അത് മുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചൊല്ലുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് അതിങ്ങനെ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്കാ പോകുന്നത്? അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അത് മുകളില് ഗോലോകം വരെയുണ്ട്. ഗോലോകത്ത് നിന്ന് തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം വന്നിട്ടുള്ളതും ഗോലോകത്തേക്കാണ് നമ്മൾ ചൊല്ലുന്ന ഓരോ മഹാമന്ത്രവും പഞ്ചതത്വാസ് നമ്മള് അവരെ പ്യൂരിഫൈ ചെയ്തിട്ട് പറഞ്ഞു വിടുന്നത്. ഓക്കെ, നമുക്കിനി നമ്മളുടെ ലെസണിലേക്ക് പോകാം. ഓക്കെ, രേണു മാതാജി ഇത് ഷെയർ ചെയ്യും. അപ്പം ഹരേ കൃഷ്ണ മദജി, ഹരേ കൃഷ്ണ. അപ്പൊ അവര് സൂം ചെയ്ത് അവരവരുടെ ഡിവൈസിൽ നോക്കിയാൽ മതി കേട്ടോ. ഇനി ഒരു ദിവസം കൂടി നമ്മളിത് ഡിസ്കസ് ചെയ്യും. 17-ാം ദിവസം തോന്നുന്നു, 17-ാമത്തെ ലെസൺ എടുക്കുന്ന സമയത്ത് നമ്മള് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം. ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് എന്ന് പറയുന്ന എന്താണ് സീക്രട്ട് ആണത്. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്ന ലെസൺ ആണ്. ദ കിങ് ഓഫ് ദ നോളജ് എന്ന് പറയുന്നത് അതാണ് ഇന്ന് പറയാൻ പോകുന്ന ഭഗവാൻ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ സ്വീറ്റ് ആയിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ 9 ദിവസമായിട്ടുണ്ടെങ്കിൽ 9 ദിവസവും കേട്ടിട്ടുള്ള ചില ശ്ലോകങ്ങളൊക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് എന്ന് പറയുന്നത് രാജവിദ്യ, കിങ് ഓഫ് ദ നോളജ് ആണ്. രാജഗുഹ്യ യോഗം, ഗുഹ്യ യോഗം എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ട് എന്നുള്ളതാണ്. കോൺഫിഡൻഷ്യൽ, ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് എന്ന് പറയുന്ന ലെസൺ ആണ് 9th ലെസൺ. ഇന്നലെ നമ്മൾ എന്തൊക്കെ കണ്ടു? അന്തകാലേ ചമാമേവ കളേബരം. ലാസ്റ്റ് മൊമെന്റിൽ നമ്മള് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകും. ഭഗവാൻ പ്രോമിസ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടു യം വാപി സ്മരൻ ഭാവം ത്യജിച്ചന്തി കളേബരം എന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞതാണ്, ആരെയാണോ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ഭാവത്തെയാണോ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിയുന്നത് അതായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഭരത മഹാരാജാവിന്റെ സ്റ്റോറിയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെസണില്
ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്ര പോയിന്റ്സ് ആണ്. പ്രയാണകാലേ അതാണ് നമ്മൾ എങ്ങനെയാണ് ലാസ്റ്റ് മൊമെന്റ്സ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതായിരുന്നു ഇന്നലത്തെ ലെസൺ ഉണ്ടായിരുന്നത്. 8 ക്വസ്റ്റ്യൻസ് അർജുനൻ ചോദിച്ചു. 8 ക്വസ്റ്റ്യൻസിനും ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസിനും ഭഗവാൻ ഒന്നോ രണ്ടോ ശ്ലോകത്തിനുള്ളിൽ ആൻസർ ചെയ്തു. ലാസ്റ്റ് ആണ് പ്രയാണകാലം, എങ്ങനെയാണ് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ഭഗവാനെ എങ്ങനെ ഓർമ്മ വരും നമുക്ക് എന്നുള്ളതാണ് ലാസ്റ്റ് ഫുൾ ലെസൺ ഭഗവാൻ അത് പറഞ്ഞു തന്നത്. ഇന്ന് നമ്മള് രാജഗുഹ്യ യോഗം, ഇതിനും സീക്രട്ട് ആയിട്ടുള്ളത് ഇതുവരെയും ഭഗവാൻ പറഞ്ഞു ഞാനെല്ലാം സീക്രട്ട് ആയിട്ടുള്ളതാണ് നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞു. ഇനി പറയുന്നു ഒന്നും കൂടി, ഇതാണ് മോസ്റ്റ് കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നു. നമ്മൾ സാധാരണ ഒരു മാലയൊക്കെ ഇടുമ്പോഴേക്കും മാലയുടെ നടുവിലുള്ള ലോക്കറ്റിലുള്ള ഒരു കല്ല് എന്ന് പറയും, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതേ അവസ്ഥയാണ് ഈ 9th ലെസൺ എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നടുവിൽ വെച്ചിരിക്കുന്ന ലെസൺ ആണിത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. ഭഗവാൻ അത് വളരെ ഇഷ്ടമാണ്. അർജുനൻ എപ്പോഴും ഒരു ഭഗവാനോട് സറണ്ടർ ആണ്, എപ്പോഴും വളരെ സ്നേഹമാണ്. അതുപോലെ തന്നെ യാതൊരു അസൂയയോ നീ എന്നെക്കാളും ഉത്കൃഷ്ടമാണ് എന്നുള്ള ഒരു ഭാവമൊന്നും അർജുനന് ഇല്ല. അതിനാൽ അതീവ രഹസ്യമായി വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. വിജ്ഞാനവും ജ്ഞാനവും എന്ന ഭഗവാൻ പറയുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ ജ്ഞാനവും വിജ്ഞാനവുമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ രാജവിദ്യ എന്ന് പറയുന്നത്? ഇതില് കലർപ്പില്ലാത്ത ഭക്തിയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ സീക്രട്ട് ആണ് എന്ന് പറയുന്നത്. ആ ഭക്തന്മാർക്ക് ഒരിക്കലും, ഭക്തിയില്ലാത്തവർക്ക് നമ്മൾ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കരുത് എന്ന് ഭഗവാൻ പറയും. 18ാമത്തെ അധ്യായത്തില് മസ്റ്റായിട്ട് പറയും. വേറെ എന്തെങ്കിലും ഇന്റൻഷൻസ് ഉള്ളവർക്കോ അതല്ലെങ്കിൽ ഭക്തിയില്ലാത്തവർക്കോ ഒന്നും നമ്മൾ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഇത് സീക്രട്ട് എന്ന് തന്നെ ഭഗവാൻ പറയുന്നത്. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടു കഴിഞ്ഞാൽ നിനക്ക് ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന്, ഈ മെറ്റീരിയൽ വേൾഡിലെ കഷ്ടപ്പാടിൽ നിന്ന് നിനക്ക് മുക്തിയായിരിക്കും ഫലം. രാജഗുഹ്യം പവിത്രമിതമുത്തമം, ഇത് പവിത്രമായിട്ടുള്ളതാണ്, ഉത്തമമായിട്ടുള്ളതാണ്. പ്രത്യക്ഷാവഗമം ധർമ്മ്യം, ഇത് വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതും പവിത്രമായതുകൊണ്ട് നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ടും. ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം, ധർമ്മമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സുസുഖം കർത്തും അവ്യയം, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഈ ജ്ഞാനം രാജവിദ്യയാണ്, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണിത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് സുസുഖം കർത്തും അവ്യയം. എന്തൊക്കെയാണ് ഭക്തിക്ക് ഭഗവാൻ കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ്സ് ഒക്കെ എന്തൊക്കെയാണ്? രാജവിദ്യ, രാജഗുഹ്യം. ഇത് രാജവിദ്യയാണ്, രാജഗുഹ്യമാണ്, കോൺഫിഡൻഷ്യൽ ആണ്, പവിത്രമാണ്, ഉത്തമമാണ്. പ്രത്യക്ഷാവഗമം ധർമ്മ്യം, ഇത് ധർമ്മമാണ്, ഇത് നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതാണ്. സുസുഖം കർത്തും അവ്യയം, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുമാണ്, സന്തോഷത്തോടുകൂടി ചെയ്യാവുന്നതുമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, കീർത്തനമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ടാണ് ഓരോരുത്തരും അത് ചെയ്യുന്നത്. ഈ ഭക്തിയുടെ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല. ഭക്തിയില്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾക്ക് പോകാൻ പറ്റില്ല. ഇന്നലെ ഭഗവാൻ പറഞ്ഞു, അനന്യ ചേതാസതതം, വേറെ ഒരു ചിന്തയും ഇല്ലാതെ എപ്പോഴും എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ സുലഭനാണ് എന്ന് പറഞ്ഞു. ഇന്ന് ഭഗവാൻ പറയുന്നു, ഭക്തിയില്ലാത്തവർക്ക് ഞാൻ ദുർലഭനാണ്. ഹേ ശത്രുഞ്ജയ, ശത്രുക്കളെ ജയിക്കുന്നവനെ, അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. നമ്മൾ ഈ ജയന്റ് വീലൊക്കെ കണ്ടിട്ടില്ലേ? ഈ സർക്കസിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സിബിഷൻസിനൊക്കെ പോകുന്ന സമയത്ത്, അതുപോലെയാണ് നമ്മൾ ക്ഷീണയെ ലോകം വിശന്തി, അത് മുകളിലേക്ക് പോയി എന്ന് നമ്മൾക്ക് തോന്നും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അത് ഇങ്ങനെ താഴേക്ക് വരും. അതുപോലെയാണ് ബർത്ത് ആൻഡ് ഡെത്ത് സൈക്കിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് തോന്നും നമ്മൾ സ്വർഗലോകത്തിൽ എത്തി എന്ന് നമുക്ക് തോന്നും. കുറച്ച് പുണ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചന്ദ്രലോകത്തിലോ എവിടെയാണ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മർത്യലോകത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നു. അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ ഐശ്വര്യം പറയുകയാണ്.
അവ്യക്തമായ രൂപത്തിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. നമ്മള് കണ്ണുകൊണ്ട് നമുക്ക് കാണാനുള്ള അത്രയും കഴിവ് നമ്മൾക്കില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ ഫസ്റ്റ് 7th ഡേയിൽ തന്നെ പറഞ്ഞതാണ്, രസോഹമപ്സു കൗന്ദേയ പ്രഭാഷ്മി ശശി സൂര്യയോ. എല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ ഉത്കൃഷ്ടമായ വസ്തുക്കളും ഭഗവാൻ തന്നെയാണ്. ഇതെല്ലാം ഭഗവാന്റെ തന്നെ ഐശ്വര്യം തന്നെയാണ്. അവ്യക്തമായ രൂപത്തിൽ കാറ്റ് പോലെ ഒക്കെ നമ്മൾ വിചാരിക്കും. അതുപോലെയാണ് ഭഗവാൻ ഇവിടെ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നത്. സർവഭൂതങ്ങളും എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ഐശ്വര്യം പറയുന്നു നമ്മള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സൃഷ്ടിജാലങ്ങളൊന്നും തന്നെ എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. എന്റെ യോഗ പ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. 10th ലെസണില് ഭഗവാൻ പിന്നെയും പറയും, എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. എല്ലാം എന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിജാലങ്ങളൊന്നും തന്നെ എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാം ഭഗവാന്റെ ഉള്ളിൽ തന്നെയാ ഉള്ളത്. എല്ലായിടത്തും ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ യോഗ പ്രഭാവം നോക്കൂ എന്ന് അർജുനനോട് പറയുകയാണ്. സർവഭൂതങ്ങളുടെയും പരിപാലകനും എല്ലാവരെയും സംരക്ഷിക്കുന്നവനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. ഉണ്ടായിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ബ്രഹ്മാണ്ടങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ആകാശത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെയാണ് സർവ സൃഷ്ടികളും എക്കാലത്തും ഭഗവാനിലാണ് വിശ്രമിക്കുന്നത്. എല്ലാം ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആകാശത്ത് നിന്ന് കാറ്റ്, നല്ല ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും വീശുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കില്ല, ഫീല് ചെയ്യും. അതുപോലെ തന്നെയാണ് ഭഗവാനെ നമുക്ക് ഫീല് ചെയ്യാൻ സാധിക്കും. ഭഗവാനെ എന്ന് മനസ്സുകൊണ്ട് വിളിച്ചാൽ നമ്മള് എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് ഒന്ന് വിളിച്ചു നോക്കൂ, ഭഗവാൻ ആ സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടാകും. ഭീമൻ ഒരു ദിവസം കാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവര് കാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വസന്ത ഋതുവായിരുന്നു. വസന്ത സമയമാണ്, സ്പ്രിംഗ് സീസൺ ആണ്. മഴ പെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല. വൈകുന്നേരമായപ്പോഴേക്കും സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നദിക്കരയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് സന്ധ്യാവന്ദനം ചെയ്യാം എന്ന് വിചാരിച്ച് കയ്യില് വെള്ളമെടുക്കുന്ന സമയത്ത് ഒരു മാൻകുട്ടി ഓടി വരുന്നത് കണ്ടു. അത് പ്രസവിക്കാറായിട്ടുള്ള ഒരു മാൻകുട്ടി. ഭരത മഹാരാജാവിന്റെ സ്റ്റോറിയിൽ കേട്ടതുപോലെ തന്നെ അതിനെ ആരോ ഓടിക്കുന്നു എന്ന് മനസ്സിലായി ഭീമൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴെന്താ, ഒരു സൈഡിൽ നിന്ന് ഒരു ലയൺ, സിംഹം വരുന്നു. എന്നിട്ട് മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലോ ഒരു വേടൻ നിന്നിട്ട് ഒരു അമ്പെയ്യുന്നു, മാനിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അമ്പെയ്യുന്നു. പുറകിലാണെങ്കിലോ കാട്ടുതീ ഇങ്ങനെ പടർന്നു വരുന്നു, മുൻപിലാണെങ്കിലോ നദി ഒഴുകുന്നു. അപ്പം എന്ത് ചെയ്താലും, എന്തെല്ലാം അറിവുള്ള ഭീമൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലായില്ല. എന്താന്ന് വെച്ചാല് മാനിനെ രക്ഷിച്ചാലോ എന്ത് തന്നെ ചെയ്താലും ഒന്ന് അനങ്ങിയാൽ മതി, വേടന്റെ അമ്പ് ചിലപ്പോ മാനിനെ കൊണ്ടുവന്ന് വരും. അപ്പം അതല്ലെങ്കിൽ സിംഹം ചാടി വീണു എന്ന് വരും. അപ്പം എന്ത് ചെയ്യണം, എനിക്കുള്ള എല്ലാ അറിവും ഈശ്വര എനിക്ക് ഒരു ഉപകാരവും ഇല്ലല്ലോ എന്ന് തോന്നുന്ന ആ സമയം നമുക്ക് എല്ലാവർക്കും വരാവുന്നതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ. നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് തോന്നുന്ന ആ സമയത്ത് എന്ത് ചെയ്തു ഭീമൻ? കൃഷ്ണ എന്ന് കൈ ഉയർത്തിയിട്ട് കൃഷ്ണ എന്ന് വിളിച്ചു. കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴേക്കും ശക്തിയായിട്ടുള്ള ഒരു കാറ്റ് വീശി മഴ വരാൻ തുടങ്ങി. മഴ വന്നപ്പോഴേക്കും എന്ത് പറ്റി? വേടന്റെ അമ്പ് പോയിട്ട് ആ സിംഹത്തിനെ കൊണ്ടു. പുറകിലുള്ള കാട്ടുതീ അണഞ്ഞു. ഇത് മഴ പെയ്തപ്പോഴേക്കും ആ മാൻകുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അത് അവിടെ കിടന്ന് പ്രസവിക്കാനും സാധിച്ചു. അതാണ് കൃഷ്ണ എന്ന് വിളിക്കേണ്ടത്. അപ്പം നമ്മൾ ആകാശത്ത് സ്ഥിതി ചെയ്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഭഗവാൻ ഉണ്ട്. ജസ്റ്റ് നമ്മൾ വിളിക്കേണ്ട താമസമേ ഉള്ളൂ ഭഗവാൻ വന്ന് രക്ഷിക്കാനായിട്ട്. ഓക്കെ, പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. ഭഗവാൻ പറയുന്നു ഇവിടെ നടക്കുന്നത് എന്തും എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. എന്നെ അനുസരിച്ചുകൊണ്ടാണ് കാറ്റ് വീശുന്നത്, എന്നെ അനുസരിച്ചുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്. എന്തും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് എന്തും ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും
ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നത്. ബ്രഹ്മാവ് ചെയ്യുന്ന സൃഷ്ടികർമ്മമാണെങ്കിലും എന്തും തന്നെയാണെങ്കിലും ഭഗവാന്റെ അധീനതയിലാണുള്ളത്. ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. നമ്മളൊക്കെ നമ്മുടെ കർമ്മത്തിൽ പെട്ട് ബന്ധിക്കപ്പെടുന്നത് പോലെ ഭഗവാൻ ഇതൊന്നും ബന്ധിക്കുവാൻ കഴിയില്ല. കർമാണി ലിംപന്തി, ഭഗവാൻ ഇതൊന്നും ബാധിക്കില്ല. ഒരു ഭൗതിക പ്രവർത്തനത്തിനോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും എന്നെ ഈ റോൾസ് ഒന്നും ബാധിക്കുന്നില്ല. ഭഗവാനത്തിനും ഉയർച്ചയിലാണുള്ളത്. ഓക്കെ, മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം, എന്റെ അധീനതയിലാണ് പ്രകൃതിയും അതിന്റെ സൃഷ്ടികർമ്മവുമെല്ലാം നടക്കുന്നത്. മയാധ്യക്ഷേണ, എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി സൂയത്തെ സചരാചരം. ഹേതു നാനേന കൗന്ദേയ ജഗദ്വി പരിവർത്തതേ, അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളിലൊന്നായി പ്രത്യക്ഷ പ്രപഞ്ചം എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെയെല്ലാം വീണ്ടും വീണ്ടും സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും 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 സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം, എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി ചരാചരങ്ങളെയെല്ലാം നിർമ്മിക്കുന്നതും. ഹേതു നാനേന കൗന്ദേയ ജഗദ്വി പരിവർത്തതേ, എന്റെ അധീനതയിൽ തന്നെയാണ് ഇത് തിരോഭവിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഭഗവാൻ രാജവിദ്യ, രാജഗൂഹ്യ യോഗം എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ഭഗവാൻ കൃഷ്ണൻ കസിൻ അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രമല്ല എന്ന് അർജുനനെ കാണിച്ചു കൊടുക്കുകയാണ്. ഭഗവാന്റെ പവേഴ്സ് കാണിച്ചു കൊടുക്കുകയാണ്. അവജാനന്തി മാം മൂഢ മാനുഷിം തനുമാശ്രിതം പരംഭാവം ജാനന്തോ മമ ഭൂതമഹേശ്വരം, മനുഷ്യ രൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. കൗരവർക്കൊന്നും അറിയില്ലായിരുന്നു ഭഗവാനാണ് എന്നുള്ളത്. അപ്പം അവരൊക്കെ നിന്ദിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ധൃതരാഷ്ട്രപുത്രന്മാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. അവജാനന്തി മാം മൂഢ മനുഷ്യൻ തനുമാശ്രിതം, മനുഷ്യന്റെ തനുവിൽ വന്നിരിക്കുന്ന എന്നെ അവജാനന്തി മാം മൂഢ, മൂഢന്മാർ അപമാനിക്കുന്നു. പരംഭാവം അജാനന്തോ മമ ഭൂതമഹേശ്വരം, അവർക്ക് ഞാൻ മഹേശ്വരനാണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പം ഈ ഒരു ദിവസം ധാരാളം ദിവസം കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം ചെയ്ത് അവസാനം ഭീഷ്മദേവൻ ഈ പാണ്ഡവരെ ഒന്നും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ദുര്യോധനന് ദേഷ്യം വന്നിട്ട് ദുര്യോധനൻ പോയിട്ട് ഭീഷ്മദേവനോട് ചോദിച്ചു, എന്താണ് അവരോട് ദയ കാണിക്കുന്നത്, എന്തിനാണ്, അവരെ കൊല്ലാനുള്ള പ്ലാൻ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്ന സമയത്ത് ഭീഷ്മദേവന് എല്ലാവരോടും കുട്ടികളോടൊക്കെ കരുണയാണ്. അപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരോടും ആ കാരുണ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, മാത്രമല്ല രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതും, പാണ്ഡവരോട് യാതൊരു മമതയും കാണിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ദുര്യോധനന്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം നാളെ എന്തായാലും ഞാൻ കൊന്നിരിക്കും. 5 അമ്പുകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. 5 അമ്പുകൾക്കും വേറെ ഞാൻ അതിനു വേണ്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ദുര്യോധനൻ പറഞ്ഞു, ഇത് ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല, ഞാൻ കൊണ്ടുപോയി വെക്കാം എന്ന് പറഞ്ഞു. എന്റെ ക്യാമ്പിൽ കൊണ്ടുപോയി വെക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഭീഷ്മദേവൻ അത് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ വൈഫ് ഭാനുമതിയെ ഇവിടെ പറഞ്ഞു വിടൂ, ഞാൻ അവൾക്ക് ദീർഘ സൗഭാഗ്യവതി ഭവ എന്ന് പറഞ്ഞ് ആശീർവദിച്ചോളാം, അപ്പൊ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് ദുര്യോധനൻ ആ അമ്പുകളൊക്കെ എടുത്ത് സ്വന്തം ക്യാമ്പിലേക്ക് പോയി. ആ സമയത്ത് പണ്ട് വനവാസത്തിന്റെ സമയത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ദുര്യോധനനെ രക്ഷിച്ച സമയത്ത് ദുര്യോധനൻ അർജുനന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ നിനക്ക് വരം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ചോദിച്ചോളാം എന്ന് അർജുനൻ പറഞ്ഞതനുസരിച്ച് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, വരൂ നമുക്ക് ദുര്യോധനന്റെ ക്യാമ്പിലേക്ക് പോയിട്ട് വരം വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അർജുനന് പിന്നെ കൃഷ്ണൻ പറയുന്നതിനപ്പുറമില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവര് രണ്ടാളും കൂടി അവിടെ പോയി. എന്നിട്ട് അവിടെ പോയ സമയത്ത് ദുര്യോധനനോട് ചോദിച്ചു, ഭീഷ്മദേവൻ തന്ന അമ്പ് എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ സമയത്താണ് ആകെ ഭീഷ്മദേവനും ദുര്യോധനനും മാത്രമേ ഈ ഇൻസിഡന്റ് കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് ജസ്റ്റ് ഒരു മില്ലി സെക്കൻഡ് സമയത്തേക്ക് ദുര്യോധനന്റെ മനസ്സിലൂടെ പോയി, ഇത് കൃഷ്ണൻ ഭഗവാൻ തന്നെയാണോ, എല്ലാം അറിയുന്നതാണല്ലോ എന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ്. പിന്നെയും മായയിലേക്ക് അകപ്പെട്ടു. എന്നാൽ കൂടി ആ വരം കൊടുത്തു. ആ അമ്പ് ഇവർക്ക് കൊടുത്തു വിട്ടു, അർജുനന്റെ കയ്യില് കൊടുത്തു വിട്ടു. എന്നിട്ട് കൃഷ്ണൻ പോയിട്ട് എന്താ ചെയ്തത്, ദ്രൗപദിയോട് പറഞ്ഞു, ഭീഷ്മദേവന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ദ്രൗപദിയെയും കൂട്ടിയിട്ട് ഭീഷ്മദേവന്റെ അവിടേക്ക് പോയി. ആ സമയത്ത്
സമയത്ത് ദ്രൗപദിയുടെ ആ ചെരുപ്പിന്റെ സൗണ്ട് ടക്ക് ടക്കെന്നുള്ള സൗണ്ട് കേട്ടിട്ട് നമ്മളെ ശത്രുക്കളുടെ ഇടയിലാ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് വാങ്ങിച്ചിട്ട് എന്താ ഭഗവാൻ ചെയ്തത്? ഭഗവാൻ പിടിച്ചു ദ്രൗപദിയുടെ ചെരുപ്പ്. എന്ന് ആലോചിച്ച് നോക്കുക. ആ കാരുണ്യം എന്ന് പറയുന്നത്. ചെരുപ്പെടുത്തിട്ട് കൃഷ്ണൻ പിടിച്ചു. എന്നിട്ട് ദ്രൗപദിയുടെ ആ പാദസരത്തിന്റെ കൊലുസിന്റെ സൗണ്ട് കേട്ടിട്ട് ഭീഷ്മദേവൻ വിചാരിച്ചു ഭാനുമതിയാണ് എന്ന് വിചാരിച്ചിട്ട് ദീർഘ സൗഭാഗ്യവതി ഭവ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കിയപ്പോഴെന്താ? ദ്രൗപദിയാണ്. അപ്പം ഭഗവാൻ ഭീഷ്മദേവന് മനസ്സിലായി ഇത് ഭഗവാന്റെ ഇതാണ് എന്ന് മനസ്സിലായി, ട്രിക്കാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ്. അപ്പം ആ അവജാനന്തി മാം മൂഢ, കൗരവരൊന്നും ഈ കൃഷ്ണനെ കൃഷ്ണനാണ് എന്ന് കണ്ടിരുന്നില്ല, ഭഗവാനാണ് എന്ന് കണ്ടിരുന്നില്ല. ജസ്റ്റ് ഒരു കാലി ചെറുക്കൻ എന്ന രീതിയിലാണ് അവര് കണ്ടിട്ടുള്ളത്. കൃഷ്ണൻ അത് അറിയുകയും ചെയ്യാം. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിചേതസഹ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഹ. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദ പരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഭഗവാനിൽ യാതൊരു വിശ്വാസവും ഉണ്ടാകില്ല. ആസുരങ്ങളായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും, എന്ന് വെച്ചാൽ നിരീശ്വരവാദത്തിലായിരിക്കും ആകൃഷ്ടരാവുക. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകും. എത്ര അറിവുണ്ട് എന്ന് പറഞ്ഞാലും നമ്മള് അധർമ്മത്തിന്റെ സൈഡിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫലോദിഷ്ട കർമ്മം നമ്മൾ ജയിക്കും, നമ്മൾക്ക് അതുണ്ടാകും, രാജ്യം ഉണ്ടാകും എന്നൊക്കെയുള്ളതെല്ലാം പോകും. അത് മാത്രമല്ല ജ്ഞാനാർജനം, നമ്മൾ എത്രയോ വിദ്യകളാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾക്ക് ഒന്നും നമ്മൾക്ക് ഉപകാരപ്പെടില്ല. കർണന്റെ എക്സാമ്പിൾ ആണ്. കർണൻ എന്തുമാത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അർജുനനേക്കാളും കഴിവുള്ളതാണ്, പഞ്ചപാണ്ഡവരെക്കാളും ഉയർച്ചയിൽ നിൽക്കുന്നതാണ് കർണൻ എന്ന് പറയുന്നത്. പക്ഷേ അധർമ്മത്തിന്റെ സൈഡിലായതുകൊണ്ട് മാത്രം തോറ്റുപോയതാണ്. പിന്നെ നമ്മൾക്കറിയാം രാവണൻ എന്തുമാത്രം കഴിവുണ്ടായിരുന്നു, എന്തുമാത്രം വരങ്ങൾ വാങ്ങിച്ചു കൂട്ടിയതാണ്. പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ എന്താ ചെയ്തത്? രാമന്റെ ബാണമേറ്റിട്ട് മരിക്കുകയാ ഉണ്ടായത്. ശിവഭക്തനായിരുന്നു, പക്ഷേ ശിവന് പോലും ലാസ്റ്റ് മൊമെന്റിൽ സഹായിക്കാൻ പറ്റിയില്ല. അപ്പം മുക്തിയെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകും. ആരുടെയാണ്? ആസുര സ്വഭാവമുള്ളവരുടെ. മോഘാശാമോഘ കർമാണോ, മോഹിതരായിട്ട് നിരീശ്വരവാദത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹിരണ്യകശിപുവിന്റെ സ്റ്റോറി നമ്മൾക്കറിയാം. ഇവരെല്ലാവർക്കും നാശം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ബ്രഹ്മദേവന്റെ അടുത്ത് നിന്ന് 100 വരങ്ങളാണ് ഹിരണ്യകശിപുവിന് കിട്ടിയത്. ലാസ്റ്റ് മൊമെന്റില് ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം മാത്രമേ ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം വേസ്റ്റ് ആയി പോയി. അതുപോലെ രാമന്റെ കാര്യവും ദുര്യോധനന്റെയും പിന്നെ നമ്മള് കർണന്റെ സ്റ്റോറി പറഞ്ഞു. ഇതെല്ലാം നമുക്കറിയാം ഭഗവാനെ മാനിക്കാത്തവരുടെ കാര്യങ്ങൾ. പക്ഷേ കർണൻ ഇതില് ഭഗവാനെ മാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോളം അന്ധമായിട്ട് ദുര്യോധനന്റെ സൈഡിലേക്ക് പോയത് കൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചത്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്യ അനന്യ മനസോജ്ഞാത്വ ഭൂതാദി അവ്യയം. അല്ലയോ പാർത്ഥ, പൃഥയുടെ പുത്രനാണ് പാർത്ഥൻ. പൃഥ എന്ന് പറഞ്ഞ കുന്തിദേവിയുടെ അനദർ നെയിമാണ്. വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. ഭഗവാൻ ഭക്തിയുള്ളവർക്ക് എന്താ കൊടുക്കുന്നത്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് കൊടുക്കുന്നത്. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാൻ എന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. കാണിച്ചിരിക്കുന്നത് നമ്മളുടെ ഗോസ്വാമിമാരാണ്. 6 ഗോസ്വാമിമാരുണ്ട്. നമ്മളുടെ എല്ലാവരും ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിലൊക്കെയാണ് രാത്രി കഴിച്ചുകൂട്ടുക. ദിവസം മുഴുവനും ഏതെങ്കിലും വൃക്ഷത്തിന്റെ താഴെ ഇരുന്നിട്ട് ബുക്സ് എഴുതിയുണ്ടാക്കും. 3 ലക്ഷം പ്രാവശ്യം ജപിക്കും. എന്നിട്ട് രാധാറാണി ഇങ്ങനെ ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടിയുടെ വേഷത്തിൽ വന്നിട്ട് പാല് കൊടുക്കുന്നതാണ് ഇത് കാണുന്നത്. അവര് ഭക്ഷണം കഴിക്കില്ല. അവർക്ക് ആരാണ് ഈ വെയിലുള്ളത് കൊണ്ട് രാധാറാണി തന്റെ സാരി തലപ്പുകൊണ്ട് അവർക്ക് ഷെയ്ഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് രൂപഗോസ്വാമികളൊക്കെ ഇങ്ങനെ എഴുതി ഇരിക്കുന്ന സമയത്ത് പുറകില് രാധാറാണി ഇങ്ങനെ ഇത് സാരി എടുത്ത് ഷെയ്ഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സനാതന ഗോസ്വാമികൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ രാധാറാണിയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അത്രയും പുണ്യം ചെയ്തിട്ടുള്ളവരാണ് നമ്മളുടെ ഗോസ്വാമിമാർ, ആചാര്യന്മാര് എന്ന് പറയുന്നത്. ഭഗവാൻ എപ്പോഴും അവർക്ക് കൂടെ ഉണ്ടാവും. ഭഗവാൻ അവരെ സുരക്ഷിതരാണ് എന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. ദൈവിക പ്രകൃതിയാൽ അവർ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദി കാരണം ഭഗവാൻ ആരാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയും.
അവ്യയനുമായ പരമപുരുഷനാണ്, ശാശ്വതനായിട്ടുള്ള പരമപുരുഷനാണ് എന്നറിഞ്ഞുകൊണ്ട് അവരെപ്പോഴും ഭക്തിപൂർവ്വം എന്റെ സേവനത്തിൽ മുഴുകുന്നു. അവരെ വീട് കെട്ടാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കാനൊന്നല്ല പോയത്. ജസ്റ്റ് അവര് വൃക്ഷങ്ങളുടെ താഴെ ഇരുന്ന് ബുക്സ് എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ പോലെയുള്ള ഓർഡിനറി പീപ്പിളിന് വേണ്ടിയിട്ടാണ് അവർ ബുക്സ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ആരാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഭഗവാൻ രക്ഷിക്കും എന്ന പൂർണ്ണ ബോധവും അവർക്കുണ്ട്. അപ്പം സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിചേതാ ഉപാസതേ. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചുകൊണ്ടും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുൻപിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. നമ്മളുടെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ കാണാറില്ലേ, നമ്മുടെ ശ്ലോകം വായിക്കുന്നതും ട്രാൻസ്ലേഷനും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത ഓരോരുത്തരെ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം ഹിന്ദി ക്ലാസ്സിലാണെങ്കിൽ ഡോക്ടർ വിജയം എന്ന് പറഞ്ഞ ലേഡിന്റെ, ഡോക്ടർ കുസുമലത മാതാജിന്റെ, കുറച്ച് പേരിന്റെ ഇങ്ങനെ എല്ലാ ദിവസവും വന്ന് വായിക്കും. അപ്പം അതാണ് അവരുടെ എന്താ പറയാ, എനിക്ക് സർവീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മുടെ ക്ലാസ്സിലുണ്ട് സീതാ മാതാജി, വിജയ മാതാജിന്റെ, സുവർണപ്രഭ മാതാജി, എല്ലാവരും അതുപോലെയാണ്. ഭഗവാൻ അവരെ പറ്റിയാ പറയുന്നത്. സതതം കീർത്തയന്തോ മാം, എപ്പോഴും കീർത്തിച്ചു കൊണ്ടിരിക്കും എന്നെ കുറിച്ച്. യതന്തശ്ച ദൃഢവ്രതമാണ് അവർക്ക്. അവര് നിശ്ചയദാർഢ്യത്തോടെയാണ് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. നമസ്യന്തശ്ച മാം ഭക്ത്യാ നിചേതാ ഉപാസതേ. അങ്ങനെയുള്ളവര് എല്ലായ്പ്പോഴും എന്നെ ഭക്തിയോടുകൂടി പ്രണമിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ അവർക്ക് വളരെ ഹൈ പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുൻപിൽ പ്രണമിച്ചുകൊണ്ടും മഹാത്മാക്കൾ, മഹാത്മാ എന്നാണ് ഭഗവാൻ അവരെ പറയുന്നത്, നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിചേതാ ഉപാസതേ. പ്രഭുപാദരുടെ സങ്കീർത്തനമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ട്. ഈ ആ സമയത്ത് ന്യൂയോർക്കിലൊക്കെ ആദ്യം പോയ സമയത്ത് ഈ പ്രഭുപാദരുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു 40 rupees ആണ്. ജലദൂത എന്ന ഷിപ്പിൽ കയറി പോയ സമയത്ത്. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്തത്, എല്ലാ ദിവസവും പാർക്കിൽ പോയിരുന്ന് 74 yearsന് ശേഷമാണ് പോയിരിക്കുന്നത്. നമ്മളൊക്കെ 74 years ആകുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അപ്പം ആ സമയത്താണ് അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സോ അങ്ങനെയൊന്നും ഇല്ലാതെ പാർക്കിൽ ഇരുന്നിട്ട് ഹരികൃഷ്ണ മഹാമന്ത്രം ചൊല്ലും. കുറെ നേരം ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേര് എന്താണെന്ന് നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വന്നിരുന്ന ധാരാളം ഫോളോവേഴ്സ് ആയിട്ട്. ആദ്യം പ്രഭുപാദര് ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്, പ്രഭുപാദര് പ്രസാദം ഉണ്ടാക്കിയിട്ട് അവരുടെ കോൺഷ്യസ്നെസ്, ഹിപ്പീസ് ആണ് എല്ലാവരും, ഡ്രഗ്സ് ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്യുന്ന മനുഷ്യരാണ്. നമ്മൾ അങ്ങനെയൊന്നുമല്ല, നമ്മൾ എത്രയോ നല്ല ഇതിലാണ്. എന്നിട്ട് കൂടി നമ്മൾ ചിലപ്പോ ഭക്തിയിലേക്ക് വരാൻ കുറച്ച് താമസിക്കും. അതേസമയം അവര് ഫുള്ള് ഡ്രഗ് അഡിക്ട്സ് ആണ്, എന്നിട്ട് കൂടി ഹിപ്പീസ് ആണ്, എന്നിട്ട് കൂടി അവര് പ്രസാദം കഴിച്ച് കോൺഷ്യസ്നെസ് അവരുടെ പോസിറ്റീവ് ആക്കിയിട്ട് ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം അവർക്ക് കൊടുത്തത്. 10,000 പേരാണ് ഫസ്റ്റ് ടൈം തന്നെ പ്രഭുപാദർക്ക് വേണ്ടി ജീവൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോളോവേഴ്സ് ആയി മാറിയത്. അത്രയും പവറാണ് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനും ഭഗവാന്റെ പ്രസാദത്തിനും. ഓക്കെ. പിതാഹമസ്യ ജഗത് മാതാധാത പിതാമഹ വേദ്യം പവിത്രം ഓംകാരം ഋക്സാമ യജുരേവ ച. പിതാഹമസ്യ ജഗത്, പിതാവാണ് ഞാൻ. ഈ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ആദി ബീജം എന്ന് പറയുന്നു. അഹം ബീജ പ്രദപിത എന്ന് പറയുന്നു. ഞാനാണ് സീഡ് ഗിവിംഗ് ഫാദർ എന്ന് പറയുന്നു. ഞാൻ തന്നെയാണ് ബീജം എന്ന് പറയുന്നു. പിതാഹമസ്യ ജഗതോ മാതാധാത പിതാമഹ, ഞാൻ തന്നെയാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. ദാത, മാതാവും ഞാൻ തന്നെയാണ്. പ്രകൃതി ആയിട്ട് ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ബീജവും പ്രകൃതി മാതാവിന്റെ യൂട്രസുമാണ് നമ്മളെ, ഈ പ്രകൃതി മുഴുവനും സൃഷ്ടിക്കുന്നത്. മാതാധാത പിതാമഹ, ബ്രഹ്മാവാണെങ്കിലോ ഭഗവാനിൽ തന്നെ ഉത്ഭവിച്ചതുമാണ്. അപ്പോ ബ്രഹ്മാവിൽ നിന്റെ മുൻപുണ്ടായത്, ബ്രഹ്മാവിനെ നമ്മള് പിതാവ് എന്ന് പറയുമെങ്കിൽ ഭഗവാനെ നമ്മള് പിതാമഹൻ എന്ന് പറയും. വേദ്യം പവിത്രം ഓംകാരം, ഓംകാരം ഞാൻ തന്നെയാണ്. ഭഗവാൻ പറയുന്നു വേദ്യമായിട്ടുള്ളത്, അറിയേണ്ടത് ഓംകാരമായിട്ടുള്ളതും ഞാൻ തന്നെയാണ്.
ഋക്സാമ യജുരേവ ച എന്ന് പറഞ്ഞാൽ ഫോർത്ത് വൺ, അഥർവവേദം, 4 വേദങ്ങളെയും ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. വേദങ്ങൾ കൊണ്ട് അറിയേണ്ടതും ഞാൻ എന്നെ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇത് വീണ്ടും 15th ലെസണിൽ ഭഗവാൻ വീണ്ടും പറയും, ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതുമായ വേദ്യം പവിത്രം ഓംകാരം, വേദ്യം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത്, പവിത്രമായിട്ടുള്ള ഓംകാരവും ഋക്സാമ യജുരേവ ച എന്ന് പറഞ്ഞാൽ ആൻഡ് അഥർവവേദം എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ശ്ലോകത്തിൽ, അതും കൂടി ഇതിലുള്ളതാണ്. 4 വേദങ്ങളും ഞാൻ തന്നെയാണ്, വേദങ്ങൾ കൊണ്ട് അറിയേണ്ടതും ഞാൻ എന്നെ തന്നെയാണ്. ഓക്കെ, ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. ഭഗവാൻ പിന്നെയും എടുത്തു പറഞ്ഞിരിക്കുന്നു ഉറ്റമിത്രം എന്നുള്ളത്. സുഹൃതം സർവഭൂതാനം ആത്മാമാം ശാന്തിം ഗച്ഛതി. ഭഗവാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യം എന്താണ്? നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഭരണകർത്താവാരാണ്? എല്ലാം ഭരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഞാനാണ് എന്റെ വീട്ടില് എന്റെ കാര്യങ്ങളിൽ ഞാൻ പറയുന്നതേ നടക്കൂ എന്നൊക്കെ പറയുന്ന ആള് ജസ്റ്റ് ഒരു സെക്കൻഡ് മതി, ഭഗവാന്റെ ഒരു ദൃഷ്ടി പെട്ടാൽ മതി, പിന്നെ അയാള് ജസ്റ്റ് ഇങ്ങനെ കിടക്കാനേ കൊള്ളുള്ളൂ. അത്രയും ആ ഒരു ഭരണകർത്താവ് എന്ന് പറയുന്നത്, ആ ശക്തി കൊടുക്കുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു പൗരുഷവും ഞാൻ തന്നെ, പൗരുഷം ദൃശു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അധർമ്മം പ്രവർത്തിക്കുന്ന ആരാണോ അവർക്ക് ശിക്ഷ ഉറപ്പാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന്. ഭരണകർത്താവും പ്രഭുവും ഞാനാണ്. ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ജഗന്നാഥ സ്വാമിയാണ് ഞാൻ. പ്രഭു എന്ന് പറഞ്ഞാൽ ലോർഡ് എന്ന് പറയുന്നത്. സാക്ഷി, എല്ലാവരുടെ ഉള്ളിലും ഇരുന്ന എല്ലാവരുടെയും ഇത് വിചാരങ്ങൾ വരെ ഭഗവാൻ അറിയാം. വിറ്റ്നസ് ആണ്, ഭഗവാൻ കാണുന്നുണ്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ, നല്ലത് ചെയ്യുന്നുണ്ടോ, എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. വാസസ്ഥാനം, നമ്മുടെ അഭയസ്ഥാനം നമ്മൾ ആരിലാണുള്ളത്? ഭഗവാനിലാണുള്ളത്. ആശ്രയവും നമ്മുടെ ആശ്രയം എന്താണ്? ഭഗവാന്റെ ധാമമാണ്. ഉറ്റമിത്രവും ഞാനാകുന്നു. എന്തൊക്കെയാണ് ഭഗവാൻ പറയുന്നത്? ഒക്കെ ഞാനാണ് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രമാത്രം സേഫ് ആണ് എന്നുള്ളത്. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിന്റെയും അടിസ്ഥാനവും ബേസ് ആയിട്ടുള്ളതും ഞാൻ തന്നെ. ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. എന്തുമാത്രം ആ ഒരു ശ്ലോകത്തില് ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ബേസും ശാശ്വതമായ ബീജവും ഞാൻ തന്നെയാണ്. അല്ലയോ അർജുന, ഞാൻ തന്നെയാണ് ചൂട് തരുന്നതും ഞാൻ തന്നെ, മഴ പെയ്യ്ക്കുന്നതും ഞാൻ തന്നെ. എല്ലാം സൂര്യനാണെങ്കിലും ഇന്ദ്രനാണെങ്കിലും ആർക്കും പവർ കൊടുക്കുന്നത് ആരാണ്? ഞാനാണ് കൊടുക്കുന്നത്. നിലനിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും. അമൃതം എന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാൻ വീണ്ടും പറയുന്നു മൃത്യു. എന്തുകൊണ്ടാണ്? ഓരോന്ന് ജനിച്ചതിനും ലാസ്റ്റ് മരണമുണ്ട്. ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ഈവൻ നമ്മൾ കാണുന്ന മണ്ണ്, കല്ല്, ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഭഗവാനിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതിന് ജഡവസ്തുവാണെങ്കിൽ പോലും ഭഗവാൻ അത് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പം മൃത്യുവും അമൃതവും എല്ലാം ഭഗവാൻ തന്നെ. മൃത്യു എന്ന് പറയുന്നത് മഹോത്സവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ആത്മാവും ഭഗവാനും തമ്മിലുള്ള മിലൻ എന്ന് പറയുന്നത്, ആ മീറ്റിംഗ് ആണ് മൃത്യു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അത്രയും ഇമ്പോർട്ടന്റ് ആയത്. നമ്മള് ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? നാരായണ സ്മൃതിയാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, അന്തകാലേജമാമേവ സ്മരൻ മുക്വാ കളേവരം. എന്നെ ധ്യാനിച്ചുകൊണ്ട് ആരാണോ ശരീരം വെടിയുന്നത് അവര് എന്റെ അടുത്തേക്ക് തന്നെ വരും എന്ന് പറയുന്നത്. അപ്പം അമൃത് എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. നമ്മൾക്ക് ശാശ്വതമായിട്ടുള്ള സാമ്രാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മരിച്ചു പോവുകയോ ഒന്നുമില്ല. നമ്മൾ അവിടെ തന്നെയാണ് വസിക്കുക. ഭഗവാനെ സേവിച്ചുകൊണ്ടാണ് വസിക്കുക. അല്ലാതെ ഗോലോകത്ത് പോയി നമ്മൾ പായ് കിടക്കുമെന്നുള്ളതല്ല. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ 24 hours 16 മാലയാണ് മാക്സിമം പറയുന്നത്. ടീച്ചേഴ്സിനൊക്കെ 16 മാല. അവിടെ പോയി കഴിഞ്ഞാൽ 16 മാലയൊന്നും പോരാ. ഡേ ആൻഡ് നൈറ്റ് നമ്മൾ ചിലപ്പോ ജപിക്കുകയായിരിക്കും ചെയ്യേണ്ടത്. അപ്പം നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ പോവുകയല്ല, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിരിക്കുന്നതും സേവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം അതാണ് നമ്മൾക്ക് ഏറ്റവും എത്രയോ ഗോപിമാരാണ് അവിടെ ഓടി നടന്ന് സംഭ്രമത്തോടുകൂടി ഭഗവാനെ സേവിക്കുന്നത്. അവരുടെ ആ സേവിക്കാനുള്ള മനോഭാവം. ഭഗവാൻ പറയുന്നത് എന്താണ്? ഗോപിമാർക്ക് ഞാൻ കടം പെട്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്. ഗോപിമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. യശോദമ്മയുടെ ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. മകനായിട്ട് സ്നേഹിച്ച്
ദേവകി മാതാവിനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. പക്ഷേ പൂതനയ്ക്ക് പോലും, ശത്രുവായിട്ടുള്ള പൂതനയ്ക്കും മോക്ഷം തന്നെയാ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഗോപിമാർക്ക് ഞാൻ എന്ത് കൊടുത്ത് തീരും എന്നാ ചോദിക്കുന്നത്. തവകഥാമൃതം തപ്തജീവനം, നമ്മുടെ തപ്തമായിട്ടുള്ള തപിക്കുന്ന ജീവന്റെ കഥാമൃതമായിട്ടുള്ള ഗോപിമാരുടെ സ്റ്റോറീസ് ആണ്. അതിന് അമൃതായിട്ടുള്ളത് ഗോപിമാര് തന്നെ പറയുന്നു. അപ്പം ദ്വാരകയിൽ ഒരു ദിവസം ഈ കൃഷ്ണൻ എപ്പോഴും ഗോപിമാരെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, രാധാറാണിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഏത് നേരവും രാധേ രാധേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ഭാര്യമാരുണ്ട് കൃഷ്ണ നിനക്ക്, എന്നിട്ട് എന്താ നീ ഗോപിമാരെ മാത്രം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാരദർ ഒരു ദിവസം ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നാരദരെ എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പം ഈ എന്റെ ഭാര്യമാരുടെ അടുത്ത് പോയിട്ട് അവരുടെ കാൽപാദത്തിലെ പൊടി ഒന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ നാരദർ പോയി, എല്ലാ ഭാര്യമാരുടെ അടുത്തും പോയി. എന്നിട്ട് കാലിന്റെ അടിയിലെ പൊടി തരാമോ, ഭഗവാന് തലവേദനിക്കണോ എന്ന് പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു, ഇല്ല ഇല്ല ഞാൻ തരില്ല, എനിക്ക് ഇതാണ് ഹെല്ലാണ്, നരകവാസമാണ് ഫലം. ഭഗവാന്റെ നെറ്റിയില് നമ്മളുടെ കാലിന്റെ അടിയിലുള്ള ധൂളിയിട്ട് കഴിഞ്ഞാല് നരകമാണ് ഫലം എന്ന് പറഞ്ഞു. ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അതേസമയം ഇനി നീ ഗോപിമാരുടെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഗോപിമാരുടെ അടുത്ത് ഓടിപ്പോയി നാരദരെ. എന്നിട്ട് ചോദിച്ചപ്പോഴെന്താ, എല്ലാവരെയും അവരവരുടെ കാലിന്റെ അടിയിലെ മണ്ണെല്ലാം എടുത്ത് ധാരാളം എടുത്തു കൊടുത്തു. അപ്പം നാരദരെ ചോദിച്ചു, നരകവാസമല്ലേ ഫലം, കൃഷ്ണന്റെ നെറ്റിയിൽ നിങ്ങളുടെ കാലിന്റെ അടിയിലെ പൊടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകമല്ലേ ഫലം എന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ എത്ര കാലം വേണമെങ്കിലും നരകത്തിൽ ജീവിച്ചോളാം, കൃഷ്ണന്റെ ആ തലവേദനയൊന്ന് മാറിക്കോട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഭക്തി, പ്രേമ ഭക്തി എന്ന് പറയുന്നത്. ആ ഭാവത്തിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും എന്താ പറയാ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദ പഠനം നടത്തുന്നവരും നമ്മളൊക്കെ വേദം പഠിക്കാനായിട്ട് ഗുരുകുലം എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടാണ്. സോമപാനം ചെയ്യുന്നവരും, സോമപാനം എന്ന് പറഞ്ഞാൽ സോമലത എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ നിന്നുണ്ടാകുന്ന ഇതാണ്, രസമാണ്. അത് ചില യാഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രാഹ്മണർക്ക് അത് കഴിക്കേണ്ടി വരും, തീർത്ഥം പോലെ തന്നെ. സൂര്യപാനം എന്ന് പറയുന്ന മദ്യപാനം നമ്മൾ ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് സോമപാനം വിധിച്ചിട്ടുണ്ട്. എന്താണ് ഫലം, സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ. മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെ തന്നെയാകുന്നു. പാപ ഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് ഇവർ ദിവ്യസുഖങ്ങളെ അനുഭവിക്കുന്നു. ഇപ്പൊ ഗുരുകുലത്തിലൊക്കെ പഠിക്കുന്നവരും വേദം പഠിച്ചവരും എല്ലാവരും സ്വർഗത്തിൽ പോയിട്ട് സുഖിക്കുന്നു. നമ്മൾ പറഞ്ഞ ജയൻ വീലിനെ പോലെ തന്നെ ലാസ്റ്റ് എന്താ സംഭവിക്കുക, ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ക്ഷീണേ പുണ്യേ മർത്യ ലോകം വിശന്തി, അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. ക്ഷീണേ പുണ്യം ക്ഷയിക്കുമ്പോൾ അവര് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അപ്പം ഗുരുകുലത്തിൽ പോയി വേദം പഠിച്ചത് കൊണ്ടൊന്നും നമ്മൾക്ക് യാതൊരു രക്ഷയുമില്ല. പിന്നെ എന്താ വേണ്ടത്, ജസ്റ്റ് ഭഗവാനോടുള്ള സറണ്ടർ എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടത്. ഭഗവാനെ നേരിട്ട് ശരണം പ്രാപിക്കുക, ഭഗവാനെ നീയേ ഉള്ളൂ തുണ എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കുക. ഇനി ഭഗവാൻ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരും, എങ്ങനെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനന്യാശ്ചിന്തയന്തോ മാം യജന പര്യുപാസത്തെ ബൈ ഹട്ട് ചെയ്യുന്ന ശ്ലോകമാണ്, അറിയാമായിരിക്കും മിക്കവർക്കും. തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, എന്റെ ദിവ്യ രൂപത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അനന്യാശ്ചിന്തയന്തോ മാം, വേറെ ഒരു ചിന്തയുമില്ലാതെ മാം എന്നെ, യജന ഈ ജനങ്ങൾ, പര്യുപാസത്തെ ഉപാസിക്കുന്നത്, തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, അവർക്ക് എന്താണോ ഇല്ലാത്തത് ഞാൻ അത് കൊടുക്കുകയും ചെയ്യും, അവർക്ക് എന്താണോ ഉള്ളത് ഞാൻ അത് സംരക്ഷിക്കുകയും ചെയ്യും. യോഗക്ഷേമം വഹാമ്യഹം, LICയുടെ ഇതാണ് ടൈറ്റിലുള്ള ഇതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത്. അപ്പം ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, എന്നെ തന്നെ അനന്യാശ്ചിന്തയന്തോ മാം, അന്യമായ ചിന്തയൊന്നുമില്ലാതെ എന്നെ തന്നെ ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് വേണ്ടത് എന്താണ് ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. യമുനാ തീരത്ത് ഒരു അർജുനാചാര്യർ എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ പഠിപ്പിക്കും, ആരും ഫീസ് ഒന്നും കൊടുക്കില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ദാരിദ്ര്യമാണ്. പക്ഷെ പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്, നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, വീട്ടിലാണെങ്കിലോ പരമ ദാരിദ്ര്യമാണ്. അപ്പം
ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു ദിവസം എല്ലാ ദിവസവും കുറച്ചായിട്ട് എഴുതും. എന്നിട്ട് പോയിട്ട് യമുനാ നദിയിൽ കുളിക്കും. എന്നിട്ട് അപ്പുറത്തെ വീടുകളിലൊക്കെ പോയിട്ട് ഭിക്ഷ യാചിച്ച് എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ടുവന്ന് വൈഫിന്റെ അടുത്ത് കൊടുക്കും. വൈഫാണെങ്കിലോ വളരെയധികം ഒരു പയസ്സായിട്ടുള്ള ഒരു ലേഡിയാണ്, ഭക്തിയുള്ള ഒരു സ്ത്രീയാണ്. ഇവര് ഭർത്താവ് പറയുന്നതനുസരിച്ച് അവര് പ്രവർത്തിക്കും. എന്നിട്ട് അവര് വളരെ സംതൃപ്തിയോടുകൂടി അവരവിടെ ഇരിക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂടി അവര് ഒന്നും ഒരു കംപ്ലൈന്റ് പറയാതെ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസം ഒന്നും ഇല്ലാണ്ടായി വീട്ടില്, ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഈ എഴുതാനിരുന്ന സമയത്ത് ഈ ശ്ലോകമാണ് എടുത്തിരുന്നത്. അപ്പം ഈ അർജുനാചാര്യർക്ക് തോന്നി, എന്തുകൊണ്ടാണ് നമുക്കുള്ള ഇത്ര നിസ്സാര കാര്യങ്ങളൊക്കെ ഭഗവാൻ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്തുമാത്രം വേറെ ജോലികളുണ്ട്, ഇത്ര നിസ്സാര കാര്യത്തിന് ഭഗവാനെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് 3-4 വെട്ടി അതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി, എനിക്കുള്ളത് അവർക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞതൊക്കെ വെട്ടിയിട്ട് അർജുനാചാര്യയെ പുറത്തേക്ക് പോയി. ഉച്ച സമയമായി, എല്ലാവരും ഉറങ്ങി, അപ്പുറത്തുള്ള സ്ത്രീകളൊക്കെ ഊണ് കഴിച്ചിട്ട് ഉറങ്ങി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈഫിനോട് വന്ന് പറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയ സമയത്ത് 2 ആൺകുട്ടികൾ അവിടെ കയറി വന്നു. 12 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾ. നല്ല ഒരാള് യെല്ലോ കളർ ഡ്രസ് ഇട്ടിരിക്കുന്നു, ഒരാൾ ബ്ലൂ കളർ ഇട്ടിരിക്കുന്നു, ഒരാൾ കുറച്ച് കറുത്തിട്ട്, ഒരാള് വളരെ വെളുത്തിട്ട്. അപ്പം അവര് വന്നിട്ട് കൊട്ടയില് ധാരാളം സാധനങ്ങൾ, സാരി തൊട്ട് വെണ്ണയും എല്ലാ ഐറ്റംസും, എല്ലാ കിച്ചണിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അതിലുണ്ട്. എന്നിട്ട് അത് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ആരാ ഇത് കൊണ്ടുവരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഗുരു കൊടുത്തു വിട്ടതാണ് എന്ന് പറഞ്ഞു. അവരത് വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഞാൻ വേഗം ഉണ്ടാക്കി തരാം എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോ, വേണ്ട, ഞങ്ങളെ ഗുരു തല്ലും എന്ന് പറഞ്ഞു. ഗുരു തല്ലാറുണ്ടോ ഗുരു നിങ്ങളെ എന്ന് ചോദിച്ചു. പിന്നെ നോക്കൂ, ഞങ്ങളുടെ ബാക്കിൽ നോക്കൂ എന്ന് പറഞ്ഞു. ബാക്കിലാണെങ്കിലോ ധാരാളം ഇങ്ങനെ ഇരിക്കണം, അടി കൊണ്ടതുപോലത്തെ പാട് കാണുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് അവർക്ക് വളരെ വിഷമം തോന്നിയിട്ട് അവർ അതിലുണ്ടായിരുന്ന വെണ്ണ എടുത്തിട്ട് പതുക്കെ തേച്ചു കൊടുത്തു, വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തേച്ചു കൊടുത്തു. അതിനുശേഷം ഇവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറച്ച് ദേഷ്യത്തോടുകൂടി ഇരുന്നു. എന്നിട്ട് അർജുനാചാര്യര് തിരിച്ചു വന്ന സമയത്ത് എന്താ ദേഷ്യത്തോടെ ഇരിക്കണേന്ന് ചോദിച്ചപ്പോ, ഇതൊക്കെ ആര് കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ, നിങ്ങളുടെ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞു. എന്താ ദേഷ്യം എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ എന്തിനാ അവരെ തല്ലിയത്, കൊച്ചുകുട്ടികളായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ തല്ലാറില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അർജുനാചാര്യർക്ക് ഒരു ഡൗട്ട് തോന്നിയത്. വേഗം ഓടി പോയിട്ട് നോക്കിയപ്പോഴെന്താ അതില് ആ വെട്ടിയതൊക്കെ പോയിരിക്കുന്നു. അപ്പം ആരാണ് വന്നതെന്ന് ഓൾറെഡി മനസ്സിലായല്ലോ. ഭാഗ്യം കിട്ടിയത് ആർക്കാ? അർജുനാചാര്യരുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്കാണ് അവരുടെ ദർശനം കിട്ടിയത്. അർജുനാചാര്യർക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ ദർശനത്തിനുള്ളത്. അതുപോലെയാ നമ്മളെയും ആരുടെ ഭാഗ്യം കൊണ്ടാ നമ്മൾക്ക് അതുപോലെയുള്ള ദർശനം കിട്ടുക നമുക്കറിയില്ല. എത്രയോ പേര് കീർത്തനം ചെയ്യുന്നു നന്നായിട്ട്. ഓക്കെ. അനന്യാശ്ചിന്തയന്തോ മാം യജനാ പര്യുപാസ്തേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇനിയും യേപ്യന്യ ദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാൻവിതാതേപി മാമേവ കൗന്ദേയ യജന്ത്യ വിധിപൂർവകം. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. കുന്തിപുത്ര, അവർ പക്ഷേ അങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. ഭഗവാനപ്പോ വിധിപ്രകാരമല്ല എന്ന് പറയുന്നത് മറ്റുള്ള ദേവന്മാരെ ധ്യാനിക്കുന്ന തരത്തില് സറണ്ടർ ആകുന്നത്. മാനിക്കാം, നമ്മൾക്ക് എല്ലാ ദേവന്മാരെയും മാനിക്കാം, എല്ലാ അമ്പലങ്ങളിലും നമ്മൾക്ക് പോകാം. ചോദിക്കേണ്ടത് എന്താണ്? ഹരിഭക്തിയാണ് ചോദിക്കേണ്ടത്. എല്ലായിടത്തും പോയി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഹരിഭക്തിയാണ്. മറ്റെന്ത് പ്രാർത്ഥിച്ചാലും, കുട്ടികളുടെ പൊസിഷൻ അല്ലെങ്കിൽ കല്യാണം അതുപോലെയുള്ള എന്ത് കാര്യം ചോദിച്ചാലും അതിനൊക്കെ ഒരു എല്ലാത്തിനും അന്തവുമുണ്ട് ആദിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കേണ്ടത് എന്താ? സദ്ബുദ്ധി ചോദിച്ചു വാങ്ങിക്കുക. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ സദ്ബുദ്ധി കൊടുക്കാന്ന് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് തന്നെയാണെങ്കിലും ഹരിഭക്തി ചോദിച്ചു വാങ്ങിക്കുക. അപ്പം നമ്മൾക്ക് അറിയാം, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. എല്ലാ ദേവന്മാരെയും നമസ്കരിക്കുന്നത് മഴവെള്ളം സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ ഭഗവാന്റെ കാൽക്കൽ തന്നെയാണ് എത്തുന്നത്. എന്നാൽ പോലും ഭഗവാൻ പറയുന്നു അത് വിധിപ്രകാരമല്ല. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഃ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാസിനോപിമം. ഏത് ദേവനെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആ ദേവന്റെ ലോകത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. ബ്രഹ്മാവിനെയാണെങ്കിൽ ബ്രഹ്മലോകത്ത്, ശിവനെയാണെങ്കിൽ സദാശിവ ലോകത്ത്, യക്ഷരക്ഷസുകളെയാണെങ്കിൽ കുബേരന്റെ ലോകത്ത്, മന്ത്രവാദികളെ പോലെയുള്ളവരാണെങ്കിൽ പാതാള ലോകങ്ങളിൽ. അങ്ങനെയാണ് നമ്മൾ പോവുക. അതുകൊണ്ട് തന്നെ എന്നെ ഭജിക്കുന്നവർ എന്റെ ഒപ്പം ജീവിക്കും. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും. പിതൃക്കളാണെങ്കിലോ പിതൃ പൂജിക്കുന്നവരാണെങ്കിലോ പിതൃക്കളുടെ ഒപ്പം എത്തും. ഭൂതപേതാദികളെ
ദേവതകളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പമായിരിക്കും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. ഭഗവാൻ പിന്നെയും പ്രോമിസ് ചെയ്യുക. ഓരോ ശ്ലോകത്തിലും ഭഗവാൻ നമ്മളെ ക്യാൻവാസ് ചെയ്യുക. എന്റെ അവിടേക്ക് വരൂ, നമ്മളുടെ വീട്ടിലേക്ക് വരൂ എന്നാ ഭഗവാൻ പറയുന്നത്. പത്രം പുഷ്പം. ഇനി 4 കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെ എന്നെ എന്ത് തരണം എനിക്ക് എന്നുള്ളത്, എന്തെങ്കിലും തരണം എന്നുള്ളത് ഭഗവാൻ പറയുന്നത്. എന്ത്? പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയാ പ്രയച്ഛതി. ആരാണോ ഭക്തിപൂർവം ഒരു പത്രം എന്ന് പറഞ്ഞാൽ തുളസി അല്ലെങ്കിൽ കൂവളം, പുഷ്പം എന്ന് പറഞ്ഞാൽ ഏത് പുഷ്പവും, ഫലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, തോയം വീട്ടിൽ തന്നെയുള്ള വെള്ളം. ഇതിൽ എന്ത് 4 ഐറ്റംസ് ആണ് ഭഗവാൻ ചോദിക്കുന്നത്. തദഹം ഭക്തിപഹൃതമശ്നാമി പ്രയതാത്മനഃ. ഭക്തി എന്ന വേർഡ് 2 times യൂസ് ചെയ്തിട്ടുണ്ട്. ഭക്തിപൂർവം, ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി എനിക്ക് ആരാണോ ഒരു ഇലയോ പൂവോ കായോ ജലമോ തരുന്നത് അത് ഞാൻ സ്വീകരിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും വീട്ടില് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഭഗവാന്റെ മുൻപിൽ കുറച്ച് കൈകളിലുള്ളിൽ എടുത്തിട്ട് ഭഗവാന്റെ മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ പുഷ്പാഞ്ജലിയായി. പിന്നെ നമ്മളേതെങ്കിലും ഒരു ഫ്രൂട്ടോ അതല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുന്ന എന്തും ഭഗവാന്റെ മുൻപിൽ വെക്കുക, തുളസിയിലിട്ടിട്ട് പ്രസാദമായിട്ട് സ്വീകരിക്കുക. പ്രസാദം കഴിക്കുന്ന ആൾക്ക് പാപമോചനമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. ഇലയോ പൂവോ കായോ ജലമോ ഒന്നുമില്ലെങ്കിൽ കൂടി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക, ഒരു തുളസിയില ഇടുക, എന്നിട്ട് അത് തീർത്ഥമായിട്ട് മാറി. അപ്പം അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. ബൈ ഹാർട്ട് ചെയ്യേണ്ട ശ്ലോകമാണ്. പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോടുകൂടി ആരാണോ എനിക്ക് എന്നെ സമർപ്പിക്കുന്നത്. നമുക്കറിയാം, കുചേലൻ സമർപ്പിച്ച ഒരു പിടി അവില് വളരെ കുറച്ചേ ഭഗവാൻ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് കൂടി അയാൾക്ക് എത്രയോ അധികം സമ്പത്താണ് ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുള്ളത്. ഓക്കെ. യത്കരോഷി യദശ്നാസി. എന്ത് ചെയ്താലും, യദശ്നാസി എന്ത് തന്നെ അർച്ചിച്ചാലും, എന്ത് തന്നെ നിവേദിച്ചാലും, യജ്ജുഹോഷി എന്ത് തന്നെ ഭക്ഷിച്ചാലും, ദദാസി യഥാർത്ഥ്യന്ത് കൊടുത്താലും, യത്തപസ്യസി കൗന്ദേയ എന്ത് തപസ് ചെയ്താലും, തത്പുരുഷമദർപ്പണം അതെനിക്ക് അർപ്പണമായിട്ട് ചെയ്യുക. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ. ഇപ്പൊ അമ്പെയ്യുകയാണെങ്കിൽ കൂടി ഭഗവാനോട് കൃഷ്ണാർപ്പണം പറഞ്ഞുകൊണ്ട് അമ്പെയ്യുക. നമ്മളുടെ ഓരോ സെക്കൻഡും, നമ്മളുടെ ഓരോ നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുളയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഓരോന്നും എന്ത് ചെയ്യുക, കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ് ചെയ്യുക. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യങ്ങൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. തത്കുരുഷ്വമദർപ്പണം അത് നീ എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എന്താണ് ഫലം എന്ന് പറയുന്നത്? ഭഗവാനത് ഇനി പറയാൻ പോകുന്നത്. സമൂഹം സർവഭൂതേഷു നമേദ്വേഷ്യോസ്തിന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മൈതേ തേഷു ചാപ്യഹം. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതമില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെ സമഭാവനയാണുള്ളത്. സമൂഹം സർവഭൂതേഷു എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. എനിക്ക് ആരോടും അസൂയയുമില്ല, പക്ഷപാതവുമില്ല. പക്ഷേ യേ ഭജന്തി തു മാം ഭക്ത്യാ മൈതേ തേഷു ചാപ്യഹം. അതേസമയം ആരാണോ എന്നെ ഭക്തി പുരസ്സരം സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും, ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. ഭഗവാൻ വാക്ക് കൊടുക്കണു, ഞാൻ എന്റെ ഫ്രണ്ടാണ്, ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭക്തനായിട്ടുള്ള ആളുടെ ഭാഗ്യം, അവൻ എന്നിലാണ് വസിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടാവുക, അതെല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഭഗവാന്റെ ഹൃദയത്തിൽ ഗുഡ് ബുക്കിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിന് ഭക്തി തന്നെ വേണം. എന്താ ചെയ്യണം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഈസി ആയിട്ടുള്ള കാര്യമാണ്. പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്ത്യാ പ്രയച്ഛതി. ആകെ 4 കാര്യങ്ങളാണ് ഭഗവാൻ അർച്ചിക്കാൻ പറയുന്നത്. ഇപ്പൊ ഒരു ദിവസം ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് രണ്ട് ബുക്ക് വെച്ചിരിക്കുന്നു. അതിൽ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുന്നു. അപ്പം ധാരാളം പേര് എഴുതിയിരിക്കുന്നു. ആ വലിയ ബുക്കിൽ ധാരാളം പേര് എഴുതിയിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ അതെടുത്ത് ഓരോന്നിങ്ങനെ ഇരുന്ന് വായിക്കുന്നു. ഹനുമാൻ സ്വാമി അവിടെ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഭഗവാനെ വായിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നെ മനസ്സിൽ ധ്യാനിക്കുന്ന ആളുകളുടെ പേരുകളായിരുന്നു എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഹനുമാൻ സ്വാമി പറഞ്ഞു, ഒന്ന് നോക്കട്ടെ ഭഗവാനെ എന്ന് ചോദിച്ചു. ഭഗവാൻ അത് കൊടുക്കുകയും ചെയ്തു. ഫസ്റ്റ് ലൈൻ തുടങ്ങി എല്ലാ പേജിലുള്ള ലാസ്റ്റ് ലൈൻ വരെ ഹനുമാൻ സ്വാമി നോക്കി. ലാസ്റ്റ് പേജിൽ വരെ ഹനുമാൻ എന്നുള്ള വേർഡ് ഇല്ല.
ഭഗവാനെ ഇതെന്താ, ഞാൻ ഏത് നേരവും ഭഗവാനെ നിന്നെയാണല്ലോ, നിന്റെ നാമമാണല്ലോ ധ്യാനിക്കുന്നത് എന്ന് ഹനുമാൻ ചോദിച്ചു. അതിനെന്താ ഹനുമാൻ, നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, മറ്റേ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. അതെന്തായിരുന്നു, എന്റെ മനസ്സിൽ ആരാണുള്ളത് അത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹനുമാൻ സ്വാമി അത് തുറന്നു നോക്കിയപ്പോഴെന്താ, അതില് ഫസ്റ്റ് പേജ് തൊട്ട് ലാസ്റ്റ് പേജ് വരെ ഹനുമാൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗ്യമാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ. എനിക്ക് ആരോടും ദേഷ്യമില്ല, ഒന്നും അസൂയൊന്നുമില്ല. പക്ഷേ ആരാണോ എന്നെ ധ്യാനിക്കുന്നത് അവർ എന്റെ ഹൃദയത്തിലാണ് വസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭക്തി എന്ന് പറയുന്നതിന്റെ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്, ഹാങ് ആവണോ ഫോൺ? ഒരു സെക്കൻഡ്. ഓക്കെ. अपि चेत्स्तु दुराचारो भजते मामनन्यभाक् साधुरेव समन्तव्य सम्यक् व्यवसितो हि सः. ഒരാൾ അത്യന്തം ഹീനമായിട്ടുള്ള ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് പറയണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞതാണ് ഈ ശ്ലോകം. अपि चेत्स्तु दुराचारो, അജാമളനൊക്കെ സെക്കൻഡ് ചാൻസ് കിട്ടിയതുപോലെ എത്ര ദുരാചാരിയായിരുന്നാലും ഭജതേ മാമനന്യഭാഗ്, ആരാണോ എന്നെ അനന്യമായ ശരണമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഭജിച്ച് തിരിച്ചു വരുന്നത്, സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ, അദ്ദേഹം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. അയാളെ സാധു എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് വിമല മാതാജിയുടെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഒരു ലേഡി ചോദിച്ചു, ഒരു മാതാജി ചോദിച്ചു, എന്താണ് അത്യന്തം ഹീനമായിട്ടുള്ള കർമ്മം എന്ന് ചോദിച്ചപ്പോ ആ മാതാജി പറഞ്ഞു, എന്താണ്, ഇപ്പം അമ്പലത്തിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലാണെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിവേദിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സോ ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോകുന്ന സമയം വണ്ടി ഇടിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചു, കുറച്ച് മോശമായിട്ട് തന്നെ സംഭവിച്ചാൽ പോലും അതിനെ നമ്മൾ ഹീനമായിട്ട് കാണില്ല. എന്തുകൊണ്ട്, അത് ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എന്ന് മാതാജി പറയുന്നത് കേട്ടോ. ജസ്റ്റ് എന്നോട് ആരും ഒരു ഡൗട്ട്സും ചോദിക്കാറില്ലാത്തത് കൊണ്ട് അവിടെ കേട്ട ഡൗട്ട് ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ഭഗവാൻ പറയുന്നു, അഭിഷേക് ദുരാചാരോ ഭജതി മാമനന്യഭാവ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. ഏറ്റവും മോശമായിട്ടുള്ള കർമ്മം ചെയ്ത ആളാണെങ്കിൽ കൂടി അയാളെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ സാധു എന്ന് പറയുക. ഇതില് കാണുന്നത് ജഗായി മദ്ധായി എന്ന് പറഞ്ഞ രണ്ട് ബ്രദേഴ്സ് ആണ്. ഏറ്റവും മോശമായിട്ടുള്ള എല്ലാ ചീത്ത കാര്യങ്ങളും ചെയ്യുന്ന രണ്ട് ബ്രദേഴ്സ്. കൽക്കട്ടയിലാണ് ഈ നിത്യാനന്ദ പ്രഭുവും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവും ഒക്കെ ജീവിച്ചിരുന്ന സമയത്ത് അവരെ ഉപദ്രവിക്കുമായിരുന്നു. അവരെ ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്യും. അവരെ റോഡിലൂടെ സങ്കീർത്തനമൊക്കെ ചെയ്തു പോകുന്ന സമയത്ത് ദ്രോഹിക്കും, അവരെ എന്തും ചെയ്യും. എന്നിട്ട് അവസാനം ഒരു ദിവസം ഇതില് മദായി എന്ന് പറഞ്ഞ ആള് നിത്യാനന്ദ പ്രഭുവിന്റെ നെറ്റിയിലേക്ക് ഒരു ഇഷ്ടിക എറിഞ്ഞു. എന്നിട്ട് ആ സമയത്ത് നിത്യാനന്ദ പ്രഭുവിന്റെ ഇവിടെ ചോര വന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കേട്ടതും ഫീൽ ചെയ്തതും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചക്രം എടുക്കാൻ പോയി. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഇത് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജന്മമാണ് ഭഗവാൻ, കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന സ്റ്റോറിയാണ് ജഗായി മദായി എന്ന് പറഞ്ഞ ബ്രദേഴ്സിന്. ക്ഷിപ്രം ഭവതി ധർമാത്മ, അങ്ങനെയുള്ളവര് വേഗം ധർമാത്മാക്കളായിട്ട് മാറും. വളരെ ചീത്ത മനുഷ്യര് തിരിച്ച് ഭഗവാൻ തന്നെ ആശ്രയം എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ധർമാത്മാക്കളായി മാറുന്നു. ശശ്വച്ഛാന്തി നിഗച്ഛതി, അവർക്ക് വളരെ ശാന്തി ഉണ്ടാകുന്നു. കൗന്ദേയ പ്രതിജാനിഹി നമേ ഭക്ത പ്രണശ്യതി, നമേ ഭക്ത പ്രണശ്യതി എന്നെവിടെ ഏത് അമ്പലത്തിലും പോയാലും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളത്. അപ്പം എന്താണ് കൗന്ദേയ പ്രതിജാനിഹി, കൗന്ദേയ നീ അനൗൺസ് ചെയ്യൂ എന്നാ പറയുന്നത്. ഭഗവാൻ എന്തുകൊണ്ടാ അർജുനനോട് പറയുന്നത് അനൗൺസ് ചെയ്യാൻ? എന്റെ ഭക്തൻ പറയുന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ കൊണ്ട് അനൗൺസ് ചെയ്യാൻ പറയുന്നത്.
അപ്പം അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായി ശാന്തി നേടുന്നു. എന്റെ ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ, അനൗൺസ് ചെയ്യൂ എന്ന് പറയുന്നത് ഇതില് ക്ഷിപ്രം ഭവതി ധർമാത്മാ കൗന്ദേയ പ്രതിജാനീതി നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. എന്ത് കാര്യങ്ങൾ ചെയ്താൽ നമുക്കറിയാം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ. ഇതില് ലാഭമോ നഷ്ടമോ ഒന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ ഭഗവാന്റെ നാമം സ്മരിക്കുന്നത് കൊണ്ട്, ഭക്തനാകുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഭഗവാൻ പിന്നെയും അത് വേറൊരു രീതിയിലാണ് പറയുന്നത്. അർജുന, നീ അനൗൺസ് ചെയ്യൂ, നമേ ഭക്ത പ്രണശ്യതി മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേപി സ്യു പാപയോ നയഃ സ്ത്രീയോ വൈശ്യസ്തദാ ശൂദ്രാ തേപി യാന്തി പരാം ഗതിം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം എപ്പോഴും എല്ലാവരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. പാർത്ഥ എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. അപ്പം എല്ലാവരും ആ ദിവസം മാത്രം എന്നോട് ഡൗട്ട് ചോദിക്കും, എന്തിനാ പാപയോനയ എന്ന് പറയുന്നത്? സ്ത്രീയോ വൈശ്യ സദാ ശൂദ്ര, സ്ത്രീകൾ അപ്പൊ പാപം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അധമകുലത്തിൽപ്പെട്ടവരാണോ എന്നൊക്കെ ചോദിക്കും. മിസ്ഇന്റർപ്രറ്റ് ചെയ്യാതിരിക്കുക ഭഗവാന്റെ വേർഡ്സ്. ഭഗവാൻ ജസ്റ്റ് പറയുന്നത് എന്താണ്? മാംഹി പാർത്ഥവ്യപാശ്രിത്യ, എന്നെ ആശ്രയിക്കുന്നവർ ആരാണോ പാപയോനയ, എത്ര പാപിയായിരുന്നാലും അല്ലെങ്കിൽ സ്ത്രീ ആയിരുന്നാലും വൈശ്യനായിരുന്നാലും ശൂദ്രനായിരുന്നാലും തേപിയാന്തി പരാംഗതി, അവർക്ക് പരമഗതിയാണ് പരമപദമാണ് ഭഗവാൻ ഓഫർ ചെയ്യുന്നത്. അല്ലാതെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി ഈ ലോക്കറ്റിന്റെ സ്റ്റോൺ എന്ന് പറയുന്നത് എത്രയും ഡയമണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാലയിലെ ലോക്കറ്റിലെ സ്റ്റോൺ എന്ന് പറയുന്ന ശ്ലോകം മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ. ഭഗവാൻ പറയുന്നു, മന്മനാഭവ മദ്ഭക്തോ, ഏതു നേരവും എന്നെ തന്നെ ധ്യാനിക്കുക, മനസ്സിൽ എന്നെ തന്നെ മനസ്സുറപ്പിക്കുക. മദ്ഭക്തോ, എന്റെ ഭക്തനാവുക. മതിയാജി, എന്ത് ചെയ്യുമ്പോഴും എന്നിലേക്ക് അർപ്പിക്കുക. മാം നമസ്കുരു, നമസ്കരിക്കുക. ബ്രഹ്മാവിന് എന്ത് ചെയ്തതിന് ശേഷവും സൃഷ്ടികർമ്മം എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് ഭഗവാൻ വന്നിട്ട് തപ്പ എന്ന് 2 വാക്ക് കേട്ടു. അപ്പം തപ്പ എന്ന് കേട്ടപ്പോഴേക്കും തപസ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവ് 100 വർഷം തപസ് ചെയ്തു. അപ്പൊ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് തന്റെ കൈ കൊണ്ട്, അപ്പൊ ഭഗവാൻ പ്രത്യക്ഷനായപ്പോഴേക്കും ബ്രഹ്മാവ് നമസ്കരിച്ചു. ആ നമസ്കരിച്ചതിന്റെ ആ സന്തോഷം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ബ്രഹ്മാവിന്റെ കൈയിലേക്ക് ഒന്ന് തൊട്ടു. അങ്ങനെയാണ് സൃഷ്ടികർമ്മം ചെയ്യാനുള്ള കഴിവ് ബ്രഹ്മാവിന് കിട്ടിയത്. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഭഗവാനെ നമസ്കരിക്കുക, എല്ലാ ദിവസവും ഭഗവാനെ നമസ്കരിക്കുക. ഭഗവാന് വളരെ ഇഷ്ടമാണത്. അപ്പം എന്തൊക്കെയാ ഭഗവാൻ 4 കാര്യങ്ങളാ പറയുന്നത്. ഇത് റിപ്പീറ്റ് ആയിട്ട് 18th ലെസണിൽ വീണ്ടും പറയും ഭഗവാൻ. അത്ര ഇമ്പോർട്ടന്റ് ആണ്. മന്മനാഭവ മദ്ഭക്തോ, എന്റെ മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കുക. മദ്ഭക്തോ, എന്റെ ഭക്തനാവുക. മതിയാജി, എന്നെ തന്നെ ആരാധിക്കുക. മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക. മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി എന്നിൽ തന്നെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ തന്നെ പ്രാപിക്കും. ഇങ്ങനെ കാല് പിണച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ തൊഴുമ്പോ എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മളുടെ ഉള്ളിലേക്ക് ഭഗവാൻ വന്നു കഴിഞ്ഞാൽ യദ്ഗത്വാന നിവർത്തന്തി, നമ്മളോട് ഭഗവാൻ എന്താ പറയുന്നത്? ഗോലോകത്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ കാല് പിണച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വേഗം ഓടി പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാല് 2 പിണച്ചു വെച്ചിരിക്കുകയല്ലേ, പതുക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണ. ഇന്നത്തെ 9th ലെസൺ ഇതായിരുന്നു. രാജവിദ്യ രാജഗോഹ്യ യോഗം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഞാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗോലോക സ്റ്റാർട്ടപ്പ് ഒന്ന് നോക്കുക സൂം ചെയ്തിട്ട്. ഹരേ കൃഷ്ണ. മനസ്സിലായോ എല്ലാവർക്കും 9th ലെസൺ? ഐ മീൻ 9 ലെസൺസ് മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.
ഓക്കെ, എന്റെ അവസരം അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഇന്നൊരു 10 മിനിറ്റ് ലേറ്റ് ആയി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ രാമ ഹരേ. ഹരേ ഹരേ. ഹരേ കൃഷ്ണ എവരിബഡി. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ മാതാജി. മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ.